പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ലളിതാമ്മയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രാർത്ഥനയോടെ കേൾക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ദിവസം നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ലളിതാമ്മയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ആരോ മറ്റൊരു പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ജോയിൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയില് ചുനക്കര എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം പാമ്പാടി എന്ന സ്ഥലത്താണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ, നായര് കുടുംബത്തില് മാതാപിതാക്കള് 7 മക്കളായിരുന്നു ഞങ്ങൾ. അതിൽ ഏറ്റവും ഇളയ മകളാണ് ഞാൻ. എന്റെ ജനനം കോട്ടയം പാമ്പാടി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ ഞാനും എന്റെ ഭർത്താവേ ഉള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ബാല്യകാലം ഞാൻ കോട്ടയം പാമ്പാടി എന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. എന്റെ ബാല്യകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈന്ദവ കുടുംബം, നായര് കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു. അവരാല് എന്റെ ആചാരപ്രകാരം ഞാൻ അമ്പലങ്ങളിൽ പോവുകയും ഉത്സവങ്ങൾ കൂടുകയും അങ്ങനെ എന്റെ ബാല്യകാലം മഹത്തായി, സന്തോഷമായിട്ട്. എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അങ്ങനെ ബാല്യകാലം അങ്ങനെ സന്തോഷമായിട്ട് അമ്പലത്തിലെ ഉത്സവങ്ങള്, അന്നത്തെ ആചാരപ്രകാരം ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു. ഞങ്ങള് 7 മക്കളാണ്. 4 പെണ്ണും 3 ആണുമാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. എന്റെ അമ്മ ഇപ്പം ലോകത്തില്ല. മാതാവും പിതാവും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ ഒരു സഹോദരനും എന്റെ ഒരു സഹോദരിയും മാറ്റപ്പെട്ടു. ഞങ്ങളിപ്പോ 5 മക്കളാണ്. 5 പേരും 5 സ്ഥലത്താണ്. ഞാൻ എന്റെ ജോലി സംബന്ധിച്ചാണ് ഞാൻ ഇങ്ങനെ ഈ ചുനക്കര എന്ന സ്ഥലത്ത് വരികയും ഈ IPC കർമ്മേൽ IPC താന്നിക്കുന്ന സഭയില് ജോയിൻ ചെയ്തു. അങ്ങനെ അച്ചാമ്മയാന്റിയാണ് എന്നെ ഇങ്ങനെ ഈ അരോമ TV സാക്ഷ്യം പറയാനായിട്ട് ആഹ്വാനം ചെയ്തത്. അത് എന്റെ ജീവിതത്തില് എനിക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിക്കാലം എന്ന് പറഞ്ഞാല് ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചു. എന്നെ നല്ല രീതിയിൽ വളർത്തി. അച്ഛനില്ലാത്ത ദുഃഖമൊന്നും എന്നെ അറിയിപ്പിച്ചില്ല. അങ്ങനെ സ്കൂൾ ജീവിതവും ഭവനത്തിലായിരുന്നാലും സന്തോഷമായിട്ട് പഠിത്ത കാര്യങ്ങളിലെല്ലാം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ദൈവകൃപയാല് ഞങ്ങളുടെ ആചാരപ്രകാരം അമ്പലങ്ങളിൽ പോവുക, ഉത്സവം കൂടുകയും മാനസികമായിട്ട് ഒരുപാട് സന്തോഷിച്ച കാലമായിരുന്നു എന്റെ വിദ്യാഭ്യാസ കാലവും എന്റെ ബാല്യകാലവും. ബാല്യകാല ജീവിതത്തില് എനിക്ക് സന്തോഷമായിരുന്നു. എന്റെ അച്ഛനില്ലാത്ത ദുഃഖമോ ഒന്നും ഞാൻ അറിയാതെ ഞാൻ വളർന്നു. എന്റെ ആചാരപ്രകാരം ഉത്സവങ്ങൾ കൂടുകയും അമ്പലങ്ങളിൽ പോവുകയും നല്ല രീതിയിൽ എന്റെ സഹോദരങ്ങളുടെ കൂടെ ഇളയതായതുകൊണ്ട് എന്നെ ലാളനായിട്ട് ഒരുപാട് സന്തോഷമായിട്ട് എന്റെ സഹോദരങ്ങൾ എന്നെ കൊണ്ട് നടന്നു. അങ്ങനെ 22 വയസ്സായപ്പോൾ എനിക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിൽ അംഗൻവാടിയിൽ ഒരു ചെറിയ ജോലി ലഭിക്കുവാനിടയായി. അതിനുശേഷം 24 വയസ്സായപ്പോൾ എന്റെ വിവാഹമായിരുന്നു. ഹൈന്ദവ ആചാരപ്രകാരം നായര് കുടുംബത്തിലെ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. പുള്ളി ഇലക്ട്രീഷ്യനായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ അമ്മയും അവർ 3 മക്കളുമാണ്. ഇളയ മകനാണ് എന്നെ കല്യാണം കഴിച്ച. സഹോദരി കല്യാണം കഴിച്ചു മാറി, ചേട്ടനും മാറി. അങ്ങനെ അവിടെ 1 വർഷത്തോളം ഞാൻ സന്തോഷമായിട്ട് അവരുടെ ഒപ്പം ജീവിച്ചു. 1986 എന്റെ വിവാഹം. 87 ജൂലൈ 28 ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നു. കുഞ്ഞുമായി ഞാൻ അവരുടെ ഭവനത്തില് 4 മാസത്തിന് ശേഷം ചെന്നു. ചെന്നതിന് ശേഷം തൊട്ട് എനിക്ക് മാനസികമായും ശാരീരികമായും പലവിധമായ പീഡനങ്ങൾ അനുഭവിക്കുവാനിടയായി. സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരില് എന്റെ അമ്മായിയമ്മയും എന്റെ ഭർത്താവിന്റെ ചേട്ടന്, സഹോദരി ഇല്ലായ്മയുടെ കാലങ്ങളിലായിരുന്നു. അങ്ങനെ ഒരുപാട്
വേദനകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിച്ചു. അപ്പൊ എന്റെ ആചാരപ്രകാരം ഞാൻ അമ്പലങ്ങളിൽ പോവുകയും വഴിപാട് കഴിക്കുകയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്റെ വീട്ടിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ അമ്പലങ്ങളെല്ലാം പോയതിനു ശേഷം ഭവനത്തിൽ വരുമ്പോൾ എന്നെ പിന്നീട് അമ്പലത്തിൽ വിടുകയില്ല, നാമം ജയിപ്പിക്കത്തില്ല. പലവിധമായ പീഡനങ്ങൾ ശാരീരികമായും മാനസികമായും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിന്റെ അകത്ത് എപ്പോഴും. ആത്മഹത്യയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും നല്ലത്, ഒന്നും അറിയണ്ട, ദൈവം ഒരു മോനെയാണ് തന്ന, അവൻ എങ്ങനെയെങ്കിലും വളർന്നുകൊള്ളും. ഒരു പെൺകുഞ്ഞിനെ ഇട്ടിട്ട് ഒരമ്മയ്ക്ക് ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം ആത്മഹത്യയുടെ വക്കത്ത് എത്തുമ്പോ എല്ലാ ദൈവങ്ങളെയും വിളിക്കും. എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് ആത്മഹത്യക്ക് പോകുമ്പോ എന്നെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ അതിൽ നിന്നും പിന്തിരിക്കുകയും എന്നെ അങ്ങനെ ആത്മഹത്യയിലേക്ക് വിടാതെ ഞാൻ മാനസികമായിട്ട് കരഞ്ഞു കിടന്നുറങ്ങുമ്പോൾ 1990 എന്നോട് 25-ാം സങ്കീർത്തനം വായിക്കുന്ന ആരോ എൻ്റെ ചെവി വന്ന് പറയാ. എനിക്ക് ബൈബിൾ ഇല്ല, വചനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. യേശുവിനെയും അല്ലാഹുവിനെയും ഹിന്ദുക്കളുടെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും, സമാധാനം തരണേ, സമാധാനം തരണേ. അങ്ങനെ 25-ാം സങ്കീർത്തനം എന്നോട് ദൈവം ഇടപെട്ടു. അപ്പൊ അംഗനവാടിയിൽ എൻ്റെ കൂട്ടുകാരി IPCയിലുള്ള ഒരു കൊച്ചായിരുന്നു. ആത്മഹത്യയെ കുറിച്ച് പറയുമ്പോ പറയുന്നില്ല, നാം ആത്മഹത്യ ചെയ്യരുത്, ഞങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോ ഞാൻ പറയും, ഒരു യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഇത്രയും 33 കോടി ദൈവങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് സമാധാനവും ആശ്വാസവും കിട്ടാത്തടുത്ത് ഒരു യേശുവിനെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഇല്ലൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു 25-ാം സങ്കീർത്തനം എന്താന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അത് ഞങ്ങളുടെ ബൈബിളിലുള്ളതാ, അത് വായിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു. അംഗനവാടിയുടെ അടുത്ത് ഒരു അമ്മച്ചി ഇങ്ങനെ ബൈബിളുമായിട്ടോ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ ഞാൻ ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു, എന്നെ 25-ാം സങ്കീർത്തനം ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു. എന്താ ലളിതാമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് 3 പ്രാവശ്യം വായിക്കണമെന്ന് പറഞ്ഞു, വായിച്ചിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞു. വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. വായിച്ച് 15-ാമത്തെ വാക്യം തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ 22 വാക്യമാണ്, അതിൽ 15-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ എന്നോട് ആ വചനം എൻ്റെ ഹൃദയത്തോട്, എൻ്റെ അവസ്ഥയ്ക്ക്, എൻ്റെ ആ ഭവനത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടതകള്, നീ ഏകാകിയും അരിഷ്ടനുമാകുന്നു, നിനക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, നിന്റെ സങ്കടങ്ങൾ ഞാൻ നിന്നെ വിടിവിക്കും, നിന്റെ കാലിനെ വലയിൽ നിന്ന് വിടിവിക്കും, നിന്റെ പ്രാണനെ രക്ഷിക്കും, നിന്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നവർ കഠിന ദ്വേഷത്തോടെ നിന്നെ ദ്വേഷിച്ചിരിക്കുന്നു. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു, അവരെല്ലാം ഒന്നായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഈ ആത്മഹത്യ എന്നുള്ള ആ ഒരു ചിന്ത മാറിയിട്ട് ഈ ജീവിക്കണം എന്ന് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആരോ വന്ന് പറയാ, ജീവിക്കണം, മകന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഞാൻ മൗനമായിട്ടിരുന്ന്, അമ്പലങ്ങളൊന്നും പോകാതെ അവിടെ ഇരുന്ന് മൗനമായിട്ട് അറിയാവുന്ന പോലെയൊക്കെ, അന്നൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, അറിയാവുന്നത് പോലെയൊക്കെ പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിനെന്തോ ഒരു സമാധാനം, പെട്ടെന്ന് സഹിക്കുവാനും ക്ഷമിക്കുവാനും ഉണ്ടെങ്കിൽ അതിനെല്ലാം തരണം ചെയ്യുവാൻ ദൈവം എനിക്കൊരു പ്രത്യേക ഒരു ശക്തി എനിക്ക് തന്നു. ഞാൻ അപ്പോ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഒന്ന് ഇവിടെ സമാധാനം തരണം, അല്ലെ അംഗനവാടിയുടെ അടുത്ത് 3 സെന്റ് സ്ഥലം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ദൈവം എനിക്ക് 10 സെന്റ് സ്ഥലം അംഗനവാടിയുടെ അടുത്ത് തരികയും 1990 ജൂൺ മാസം 8-ാം തീയതി അത് എന്റെ പേരിൽ എഴുതിക്കൊള്ളാൻ എന്റെ ഭർത്താവ് പറയുകയും അതിൻ പ്രകാരം ചെയ്തു. ഇപ്പോൾ ഈ സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേര് പിന്നെയും എന്നോട് ഇങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവം വന്നപ്പോൾ എന്നോട് എന്റെ അമ്മായിയമ്മ പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിക്കത്തില്ല, സ്ത്രീധനം കൊണ്ട് തരാതെ പറ്റത്തില്ല, അതുകൊണ്ട് അതും അതിന്റെ പലിശയും കൊണ്ടുവരണം, അതല്ലെങ്കിൽ 91 ജനുവരി 31-ാം തീയതി നിന്നെ ഇവിടുന്ന് ഞാൻ ഇറക്കുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങനെ എന്റെ ജീവിതത്തിൽ വരുവാണെങ്കിൽ അമ്മയുടെ മകന്റെ മകനെ ഞാൻ വളർത്തി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ 110-ാം സങ്കീർത്തനം, 125-ാം സങ്കീർത്തനം ഇങ്ങനെയെല്ലാം തന്നപ്പം 110-ാം സങ്കീർത്തനം വായിച്ചു, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതയോടാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോൻ നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക, നിന്റെ സേനാ ദിവസത്തിൽ അവൻ നിനക്ക് സ്വമേധ ദാനമായിരിക്കും. ആ വചനം എന്റെ ഹൃദയത്തോട് ഇടപെടുവാൻ തുടങ്ങി. അതിനുശേഷം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അപ്പൊ ആ വചനം എന്റെ ഹൃദയത്തോട് ഇടപെടുകയും എനിക്ക് ദൈവത്തോട് ഒന്നും കൂടെ ഞാൻ അടുക്കുകയും ചെയ്യുവാൻ തക്കണം ദൈവം ഇടയാക്കി. 91 ജനുവരി 31-ാം തീയതി എന്നെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭവനത്തിൽ ചെന്ന് എന്റെ അമ്മയോടും
എന്റെ സഹോദരങ്ങളോടും പറഞ്ഞു, എന്റെ സ്ത്രീധനോ അതിന്റെ പലിശയും നിങ്ങൾ തരാമോ, അല്ലെങ്കിൽ എന്നെ അവരവിടെ നിറക്കുമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരം 31-ാം തീയതി തന്നെ എന്റെ സഹോദരങ്ങളും ബന്ധുക്കാരും എന്റെ അമ്മയും എന്റെ അടുത്തുള്ള ഒരു അപ്പച്ചനും അവർ 6 പേര് 91 ജനുവരി 31-ാം തീയതി എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വരികയും ഇത്ര ദിവസത്തിനകം സ്ത്രീധനം തരാം, അവർക്ക് സമാധാനം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും കൂടി മാനസികമായിട്ട് പിന്നെയും എന്നെ വേദനിപ്പിക്കുക, എന്റെ ഭർത്താവ് എന്നെ അപ്പൊ കൊല്ലുമെന്നും പറഞ്ഞു വന്ന് എന്റെ പെടലിയെ പിടിച്ച് എന്നെ ഞെക്കി, ഞാൻ നിന്നെ ഇവിടെ കൊന്നിടുമെന്ന് പറഞ്ഞു. എന്റെ അമ്മ കരഞ്ഞു, എന്റെ അമ്മയെ പിടിച്ച് ഞെക്കി. അങ്ങനെ എല്ലാവരും അയൽവാസികളെല്ലാം അവിടെ വന്ന് പറഞ്ഞു, എത്രയും വേഗം ഇവിടുന്ന് മാറിക്കോ, അല്ലെങ്കിൽ ജീവൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 91 ജനുവരി 31-ാം തീയതി എന്നെ എന്റെ കുഞ്ഞിനെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴും എന്റെ അടുത്തൊരമ്മച്ചി, അത് TPM പോകുന്ന ഒരു അമ്മച്ചിയായിരുന്നു, ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും എല്ലാം സഹായിക്കുന്ന, എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ബന്ധം ഇങ്ങനെ ആയി അവിടെ ചെന്നപ്പോ എന്നോട് അമ്മ പറഞ്ഞു, മോളെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ വചനം കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു, യോ അത് യേശു തരുന്ന സമാധാനമാണ്, അതുകൊണ്ട് മോള് എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റും. എനിക്ക് പേടിയാ, എനിക്ക് ഞങ്ങളുടെ അതിരിന്റെ അടുത്ത അമ്പലം, അവിടെ വെച്ചായിരുന്നു എന്റെ കല്യാണം, ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാം ഉണ്ട്. മതം മാറുകയാണോ ഒന്നും എനിക്കറിയില്ല, പ്രാർത്ഥന എങ്ങനെയാണ് എന്തുവാണെന്നും അറിയത്തില്ല. ഞാൻ എങ്കിലും അമ്പലങ്ങളിൽ അന്നേരവും പോകുമായിരുന്നു, അമ്പലങ്ങളിലും പിന്നെ പ്രാർത്ഥനയ്ക്ക്, അതായത് പെന്തക്കോസ്തിന്റെ പ്രാർത്ഥന, കോട്ടയിലെ ധ്യാനം, മർത്തോമാക്കാരുടെ CSIക്കാരുടെ അങ്ങനെ പോയിരിക്കുമ്പോ എനിക്കുള്ള വചനമാണ് അവിടെ ആര് പ്രസംഗിക്കുന്നു അവരുത്, ആ വചനമെല്ലാം എന്റെ ഹൃദയത്തോട് ഇടപെടുകയും ഞാൻ അങ്ങനെ ഒരു ദിവസം ഈ അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മച്ചി എന്നെ ഇരുത്തി ഒത്തിരി ഉപദേശം. അമ്മച്ചി നിത്യതയെ വിശ്രമിക്കുന്നു. ആ അമ്മച്ചിയാണ് എന്നെ വിശ്വാസത്തിലേക്ക് വഴികാട്ടിയത്. എന്നോട് പറഞ്ഞു, മോളെ സ്നാനം സത്യമാണ്, സ്നാനപ്പെടണം, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയെന്ന് വചനമുണ്ട്, അതുകൊണ്ട് ആരെയും ഭയപ്പെടണ്ട, ദൈവത്തെ ഭയന്നാ മതി, ബാക്കി ദൈവം എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നോട് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങിയപ്പോ എന്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ഒരു മനോധൈര്യം എന്റെ ദൈവം എന്റെ ഹൃദയത്തിൽ തരികയും ആ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് സമ്മതമാണ്, എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ മോളെ ഫെയ്ത്ത് ഹോമിൽ കൊണ്ടുപോകാന്നും പറഞ്ഞ് കോട്ടയം കഞ്ഞിക്കുഴി TPM ഫെയ്ത്ത് ഹോമില് 91 ജൂലൈ മാസം 11-ാം തീയതി എന്റെ കർത്താവിനെ വെള്ളത്തിൽ സ്നാനപ്പെടുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നാനക്കടവിൽ നിന്ന് ഞാൻ പൊങ്ങുമ്പോൾ എന്റെ ശരീരത്തു നിന്ന് ഒരു ദുഷ്ടശക്തി പറന്നു പോകുന്നതായിട്ട് എന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ആ കർത്താവ് എന്നെ ഇന്ന് വരെ എന്നെ പോറ്റിപ്പെടുത്തുന്ന, പക്ഷെ എന്റെ വിശ്വാസ ജീവിതത്തില് അഗ്നി പരിശോധന എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ ഞാൻ പോന്നതിന് ശേഷം 91 ജനുവരി 31-ാം തീയതി എന്നെ ഇറക്കി വിട്ടതിന് ശേഷം 93-ല് എന്റെ അമ്മായിയമ്മയുടെ ആങ്ങളയുടെ മകളെ എന്റെ ഭർത്താവിന് ഭാര്യയായിട്ട് രണ്ടാമതും അമ്മായിയമ്മ കൂട്ടിക്കൊണ്ട കൊടുത്തു. എന്റെ ഭർത്താവിന് വേറെ കല്യാണമായിട്ട് കഴിച്ചില്ല, അവരുടെ വീട്ടിൽ കൊണ്ട കൊടുത്തു, മുറപ്പെണ്ണാണ്. ഞാൻ ഒന്നിനും പോയില്ല. എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ഭാര്യയല്ലേ, പെട്ടെന്ന് എനിക്കൊരു വിഷമം വന്നു. എങ്കിലും എന്റെ അപ്പനെ ഞാൻ മുറുകെ പിടിച്ചു, എന്റെ യേശുപ്പനെ ഞാൻ മുറുകെ പിടിച്ചു. എന്റെ അപ്പൻ അത് കാണുന്നു, അവരെ കാണുന്നു, എന്നെ കാണുന്നു. അംഗനവാടി തുച്ഛമായ വരുമാനമേ ഉള്ളൂ. എന്റെ മോന് 3.5 വയസ്സുള്ളപ്പോഴാണ് ഇറക്കി വിടുന്നത്. അവനെ കളരി തൊട്ട് എന്റെ യേശുപ്പച്ചൻ എനിക്ക് 17 വയസ്സ് വരെ എനിക്ക് ഭൂമി തന്നു. അങ്ങനെ അവനും ഞാനും കൂടെ ആ മേടിച്ച 10 സെന്റ് സ്ഥലത്ത് ദൈവം ഞങ്ങൾക്കൊരു കൊച്ചു ഭവനം തന്നു. അനേകായിരങ്ങൾ സഹായിച്ചു, അനേകായിരങ്ങൾ. 1 രൂപ തൊട്ട് 5000 രൂപ തന്നവരും എല്ലാവരും കൂടി എന്നെ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അംഗനവാടിയിലെ പിള്ളേരുടെ അച്ഛന്മാരും എല്ലാവരുടെ കൂടി ഒരു മനോഹരമായ ഒരു വീട്, അവിടെ ഞാനും എൻ്റെ മോനും പാർത്തു. മോനെ പഠിപ്പിച്ചു ഇങ്ങനെ മുമ്പോട്ട് വരും തോറും എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ഒരു ജോലി ദൈവം എനിക്ക് തരണേന്ന് ദൈവത്തോട് യാചിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പല വീടുകളിൽ പോയി അടുക്കളപ്പണി ചെയ്യുകയും വേണ്ടുന്ന എനിക്ക് അധ്വാനിച്ച് ജീവിക്കാൻ കർത്താവ് പറഞ്ഞു. അംഗനവാടിയിലെ ജോലിക്ക് ശേഷം പല വീടുകളിൽ പോയും പല ജോലികളും ചെയ്ത് എൻ്റെ മകനെ ഞാൻ വളർത്തി. അവൻ പഠിക്കാനും, അവന് സൺഡേ സ്കൂള്, അവൻ അമ്പലം എന്താന്ന് അറിയത്തില്ല. 3.5 വയസ്സായപ്പോ ഇറക്കി വിട്ടു. അവന്റെ ജീവിതം മുഴുവൻ ഫെയ്ത്ത് ഹോമിലായിരുന്നു. സൺഡേ സ്കൂളിനെല്ലാം അവന് 1-ാം സ്ഥാനമാണ്. പാട്ട് പാടാൻ അവന് പ്രത്യേക ഒരു കഴിവ്. അവൻ 5 വയസ്സായപ്പം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു.
കുഞ്ഞ് അന്യഭാഷയില് കാത്തിരിപ്പിനൊക്കെ പോകുമ്പോ ഇരുന്ന് പ്രാർത്ഥിക്കും. അവനെ അപ്പച്ചന്മാർക്കെല്ലാം എല്ലാവർക്കും അവനെ ഭയങ്കര, എന്നുവെച്ചാൽ അച്ഛനില്ലാതെ വളർത്തുന്നതായതുകൊണ്ട് എല്ലാവർക്കും, ഞങ്ങളൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ചെന്നത് കൊണ്ട് അതുപോലെ ഒരു ആത്മവിശ്വാസവും ധൈര്യം ഉറപ്പും വിശ്വാസ ജീവിതത്തിൽ എനിക്ക് താങ്ങും തണലുമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തി ഭാരവും പ്രയാസങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി എന്നെ ഈ വിശ്വാസത്തിൽ കൊണ്ടുവന്ന അമ്മ ഹെൽത്തിൽ ജോലി ചെയ്യുന്നായിരുന്നു. ആ അമ്മ എന്നെ കൂട്ടി എംപ്ലോയ്മെന്റിൽ പോവുകയും അവിടെ കൊണ്ട് എന്റെ പേരെല്ലാം രജിസ്റ്റർ ചെയ്ത് അവിടെ പലരെ ചെന്ന് കണ്ടു. ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരു തൂത്തുവാരിച്ചാണേലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് 1000 രൂപയുടെ ജോലി മതി, 1001 വേണ്ട, എനിക്ക് 1000 രൂപയുടെ ഒരു ജോലി എന്റെ കുഞ്ഞിനെ വളർത്താൻ തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഈ അമ്മച്ചി എന്നെ പലയിടത്ത് കൊണ്ടുപോയി ജോലിക്ക് വേണ്ടി എന്നെ ഇങ്ങനെ കൊണ്ടുപോയൊക്കെ ചെയ്തു. എങ്കിലും സ്വർഗത്തിലെ ദൈവം എനിക്ക് അതൊന്നും അല്ല തന്നത്. അതിനുശേഷം 99 ഒരു വീട്ടിൽ, ഒരു വിശ്വാസിയുടെ വീട്ടു ജോലിക്ക് പോകാൻ വേണ്ടി ഞങ്ങളുടെ അന്നിരുന്ന പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെയും അവര് നോക്കും, അവരുടെ വീട്ടിൽ നിൽക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. എന്നുവെച്ചാൽ ജീവിക്കണമല്ലോ. ഒരു വീട്ടിൽ പോയി ഒരു വിശ്വാസിയുടെ വീട്ടിൽ നിൽക്കുമ്പോ അമ്മച്ചി മാത്രമേ ഉള്ളൂ വിശ്വാസി, ഭർത്താവ് വിശ്വാസത്തിലല്ല, മക്കളാരും വിശ്വാസം. അപ്പൊ അവിടെ പല ആൾക്കാർ വരും. ഞാൻ ചെറുപ്പമാണ്. എന്റെ 28 വയസ്സിൽ എന്നെ ഇറക്കി വിടുന്നു. 24 വയസ്സിൽ കല്യാണം കഴിച്ചു, 28 വയസ്സിൽ എന്നെ ഇറക്കി വിട്ടു. അപ്പൊ അങ്ങനെ ഒരു അന്യരുടെ വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ളത് എന്റെ മനസ്സിന്റെ അകത്ത് ദുഃഖമുണ്ട്. എങ്കിലും ഞാൻ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ 1 തെസ്സലോനിക്കർ 4:5 വായിക്കാൻ എനിക്ക് ദൈവം എന്നോട് ഇടപെട്ടു. മാനത്തിലും വിശുദ്ധീകരണത്തിലും താന്താന്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. ഞാൻ അവിടെ ഇരുന്ന് അപ്പച്ചനോട് പറഞ്ഞു പോകണ്ടാന്ന്. നമ്മുടെ മാനവും വിശുദ്ധിയും അന്യരുടെ വീട്ടിൽ പോകുമ്പോൾ ചെറുപ്പമാണ്. പോയില്ല. അത് കാരണം അതിന് പോയില്ല. അതിനുശേഷം പിന്നെ പത്രത്തില് വിവിധ വകുപ്പുകളിൽ ആയമാരെ എടുക്കുന്നതെന്ന് പറഞ്ഞ് 96 പത്രത്തിൽ വരികയും എന്റെ ഒരു കൂടപ്പറപ്പ്, എന്റെ ഒരു ബന്ധത്തിലുള്ള ഒരു പയ്യൻ വന്ന് പറഞ്ഞടി, ഇങ്ങനെ വിവിധ വകുപ്പുകളിൽ ആയമാരെ എടുക്കുന്നു, നീ ഒന്ന് അയക്ക്, നിനക്ക് അംഗനവാടിയിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, 15 വർഷം അംഗനവാടി ജോലി ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും മേടിച്ച് അത് അയച്ചു. അവനാണ് അതെല്ലാം അയച്ചത്. പക്ഷെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് PSCയുടെ പരീക്ഷ എഴുതിയാൽ ഞാൻ തോറ്റുപോകും. എനിക്ക് മോനെ പഠിപ്പിക്കണം, 1000 രൂപയുടെ ജോലി, ദൈവോ, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ജനറൽ നോളജോ എനിക്ക് വിദ്യാഭ്യാസത്തിന്റെ കഴിവോ ഒന്നുമില്ല. 96 അയച്ചു. 96, 97, 98, 99. ആ 99 ജനുവരി മാസം പാമ്പാടി ഫെയ്ത്ത് ഹോമിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വയ്ക്കുകയും 3-ാമത്തെ ദിവസം എന്നോടൊരു അമ്മച്ചി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ കരയരുത്, നിനക്ക് 1 മാസത്തിനകം ഒരു ജോലിയുടെ പേപ്പർ വരുമെന്ന് പറഞ്ഞു, ഒരു നീളമുള്ള പേപ്പർ വരുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇത് മറന്നുപോയി. ഈ 96 അയച്ചത് 99 കറക്റ്റ് 1 മാസം ആയപ്പോൾ എനിക്ക് ഒരു ജോലിയുടെ പേപ്പർ വന്നു. കട്ടപ്പന PSC ഓഫീസിൽ ഇന്റർവ്യൂവിനായിട്ട് ചെയ്യാം. സർവശക്തനായ കർത്താവ് എനിക്ക് വേണ്ടി ആ ഒരൊറ്റ വർഷം PSCയുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തു. 98 പരീക്ഷ, 2000 പരീക്ഷ. ഇപ്പോഴും ആ പരീക്ഷ എഴുതി ജയിച്ച് ഇന്റർവ്യൂ പാസ്സാകുന്നവർക്ക് ഞാൻ കയറിയ ജോലി ഇപ്പോഴും ലഭിക്കത്തുള്ളൂ. പക്ഷെ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ആ ഒരൊറ്റ വർഷം പരീക്ഷ ക്യാൻസൽ ആക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇന്റർവ്യൂവിന് വിളിച്ചു. 99 ഫെബ്രുവരി മാസം 6-ാം തീയതി കട്ടപ്പന ഫെയ്ത്ത് ഹോമിൽ പോയി കിടക്കുകയും എന്നെ ഈ വിശ്വാസത്തിൽ കൊണ്ടുവന്ന അമ്മച്ചിയാണ് എന്റെ കൂടെ വരുന്നത്. എന്റെ മോൻ അന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കുക. ഇന്റർവ്യൂവിന് ചെന്നപ്പോ ഞാൻ 20 പേരുണ്ട്, 6 വേക്കൻസി. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ എന്തു പറയും? അപ്പൊ ആ അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നു, ഭാരപ്പെടുകയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, അവര് വിളിക്കുമ്പോ കയറി ചെല്ലുക, അവരെ തൊഴുക, അവര് പറയാതെ ഇരിക്കരുത്, അവര് ചോദിക്കുന്നതിന്റെ മാത്രമേ മറുപടി പറയാവുള്ളൂ പറഞ്ഞു. എന്നെ പ്രാർത്ഥിച്ച അമ്മച്ചി കയറ്റി വിട്ടു. ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എനിക്കറിയാവുന്ന 3 ചോദ്യം. 1-ാമത് എന്റെ പേര് ചോദിച്ചു, 2-ാമത് വീട് എവിടാന്ന് ചോദിച്ചു, 3-ാമത് അംഗനവാടി ചോദിച്ചു, 4-ാമത് എന്നോട് എന്റെ കുടുംബജീവിതം ചോദിച്ചു. ആ കുടുംബജീവിതം എനിക്ക് എന്റെ അനുഭവമായിരുന്നു. അതെല്ലാം പറഞ്ഞു. ഭർത്താവ് ഇങ്ങനെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനമായിരുന്നു പറഞ്ഞപ്പോ കേസ് കൊടുക്കാൻ മേലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കേസ് കൊടുക്കത്തില്ല, പുള്ളി വേറെ കല്യാണം കഴിച്ചു, എനിക്കൊരു ജോലി എന്റെ മോനെ വളർത്താൻ വേണം, അതേ ഉള്ളൂ ആഗ്രഹം, 1000 രൂപയുടെ ഒരു ജോലി. ശരി, പൊക്കോളാൻ പറഞ്ഞു. കറക്റ്റ് 30-ാമത്തെ ദിവസം സർവശക്തനായ കർത്താവ് എനിക്ക് 1-ാം റാങ്ക്, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു കഴിവും ഇല്ലാത്ത 20 പേര് വന്നതിൽ 1-ാം റാങ്ക് എന്റെ അപ്പൻ. സാമൂഹ്യക്ഷേമ വകുപ്പ് വിവിധ വകുപ്പുകളില് ആയമാരെ എടുക്കുന്നുണ്ട്.
അങ്ങനെ ആലപ്പുഴ വികലാംഗര് പിള്ളേരെ നോക്കാൻ വേണ്ടി എന്നെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ജൂലൈ മാസം 27-ാം തീയതി സർവശക്തനായ കർത്താവ് എനിക്ക് ജോലി തരികയും ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പത്തനംതിട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് വൃദ്ധസദനത്തിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയി. അവിടുന്ന് 2000 തൊടുപുഴ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ 13 വർഷം അനേക അച്ഛന്മാരെ അമ്മമാരെ നോക്കുവാനും അറിഞ്ഞ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരുടെ മരണസമയത്ത് അവരെ ശുശ്രൂഷിപ്പാനും ഞാനും എന്റെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങള് മോനെ എത്തിക്കയറിയപ്പോ ജോലി കിട്ടി. മോനെ 10ാം ക്ലാസ് +1 +2 ഇത്രയും തൊടുപുഴ ഞങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാനും മോനും അവിടെ താമസിച്ചു. ഞങ്ങളുടെ വീട് ഒരു ചെറിയ വാടകയ്ക്ക് ഒരു പാവപ്പെട്ടവർക്ക് കൊടുത്തു. അങ്ങനെ തൊടുപുഴയിലായിരുന്നു ഞാനും എന്റെ മോനും 2000 തൊട്ട് 2004 വരെ അവിടെ ഞാനും മോനും കൂടെ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കെ മോൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2001 എന്റെ മൂത്ത സഹോദരന് ജാമ്യം നിൽക്കാവോ എന്ന് ചോദിച്ച് എന്റെ അടുത്ത് വരികയും, എന്റെ മൂത്ത സഹോദരൻ എന്ന് പറയുമ്പം പുള്ളി ഹെൽത്തി ജോലി ചെയ്യുന്നു, കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. എന്റെ ആങ്ങളെയും ഭാര്യയും വന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ മോനും ഞാനിവിടെ പറഞ്ഞു, മോന് പഠിക്കണം, അമ്മാവൻ പൈസ അടയ്ക്കുവോ എന്ന് എന്റെ മോൻ ചോദിച്ചു. അന്ന് എന്റെ മോന് 16 വയസ്സുണ്ടായിരുന്നു. 15 വയസ്സ് അങ്ങോട്ട് കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ എന്റെ ആങ്ങളെയും ഭാര്യയും മക്കളും പറഞ്ഞു, ചിറ്റ ജാമ്യം നിന്നോ, ഞങ്ങള് പൈസ അടയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ പോയി എന്നെ വളർത്തിയത് എന്റെ ആങ്ങളെയാ. അപ്പൊ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് 2001 25,000 രൂപയ്ക്ക് ജാമ്യം നിന്ന് ഞാൻ എന്റെ ആങ്ങളയ്ക്ക് കൊടുത്തു. എനിക്ക് ഒരു ഉപകാരവും ഇല്ലായിരുന്നു. ആങ്ങളെ കല്യാണം കഴിഞ്ഞു പോയി. ആങ്ങളെ പിന്നെ ഞങ്ങളുമായിട്ട് യാതൊരു കണക്ഷനില്ല. പക്ഷെ വരുന്നത് ഈ ജാമ്യത്തിനാണ്. ഞാൻ കൊടുത്തു. അവര് ഒരു 4-5 പ്രാവശ്യം സ്ഥിരമായിട്ട് അത് അടച്ചു. അടച്ചതിന് ശേഷം പിന്നീട് അവൾ അടയ്ക്കുന്നില്ല. അടയ്ക്കാതെ വന്നപ്പോ ജാമ്യം നിന്ന എന്റെ പേരിൽ പേപ്പർ വരാൻ തുടങ്ങി. മോൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പം അവൻ ആത്മീയത്തിലും അവന് എല്ലാ കാര്യത്തിലും അവന് മിടുക്കനായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യോട് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞോട്ടെ. 96 ഒക്ടോബർ മാസം 19-ാം തീയതി ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിന് പോകും. ഞാൻ സൺഡേ സ്കൂള് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കാത്തിരിപ്പ് യോഗത്തിന് പോയിരിക്കുമ്പോ എന്റെ മോന് സഭയിലിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ അവനൊരു ദർശനം ദൈവം കൊടുത്തു. 3 ദുഷ്ടന്മാര് സഭയ്ക്കകത്തേക്ക് കയറി വരുന്നു. ദൈവതേജസ് കാരണം അവിടെ കയറാൻ പറ്റുന്നില്ല. പെട്ടെന്ന് 3 പേര് എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വരുമ്പം സ്വർഗം അങ്ങ് തുറന്നിട്ട് കൊച്ചു കാണുക. യേശുപ്പച്ചൻ മുഴുവനുമായിട്ട് നിന്നിട്ട്, മകനെ നീ എന്റെ അടുക്കലേക്ക് വേഗം വാ, ഞാൻ നിനക്കുള്ള ഇരിപ്പിടം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യം വായിക്കാന് എന്റെ മോൻ 9 വയസ്സുള്ളപ്പം ദൈവ ആത്മീയ ദർശനം, ഉറക്കത്തിലല്ല കാത്തിരിപ്പിന് ആത്മാവിലിരുന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കൊടുക്കുവാനിടയായി. അതിനുശേഷം അവൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ ദർശനം കണ്ടു. അവൻ പറഞ്ഞതെല്ലാം എന്നോട് പറഞ്ഞപ്പോ ഞാൻ കരയാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യം ഞാൻ ആ സഭാകാളിൽ നിന്ന് വായിക്കുമ്പോൾ അതിന്റെ നാഴിക വരുമ്പോ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കരുത്, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഓർത്ത്, എനിക്ക് ഏക മകനേ ഉള്ളൂ, എന്റെ മകനും എന്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണോ? അപ്പൊ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടപ്പോ അന്നിരുന്ന സുവിശേഷ വേലക്കാര് അമ്മാമാർ എന്നോട് പറഞ്ഞു, ലളിതമ്മാമ കരയരുത്, സ്വർഗത്തിൽ അവനൊരു അവകാശം നമുക്കെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ പലയിടത്തിൽ നിന്ന് കർത്താവിന്റെ രക്തത്താ വിലയ്ക്ക് വാങ്ങി ഒരു സഭയാ കുടുംബത്തിൽ കൊണ്ടുവന്നെങ്കിൽ അൽപായുസിൽ നമ്മൾ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം വെച്ചിട്ടുണ്ട്, ഒരു നിത്യത വെച്ചിട്ടുണ്ട്. ആ സ്വർഗരാജ്യത്തിൽ പോകാനാണ് നമ്മളെ കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ചതും ആ തിരുരക്തം തന്നെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതും ഒരു കൂട്ടായ്മയിലാക്കിയതും സ്വർഗത്തിൽ പോകാനാ. അങ്ങനെ ഒരു ഇതാണെങ്കിൽ, അവൻ സ്വർഗത്തിൽ പോകാനായിട്ടാണെങ്കിൽ അത് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. നല്ലൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ കാവൽക്കാരനെ യജമാനനാക്കും. ആർക്കും ചെന്ന് ആ പൂ പറിക്കാൻ പറ്റത്തില്ല. യജമാനൻ വരുമ്പോൾ കാവൽക്കാരൻ എഴുന്നേറ്റ് നിൽക്കും, ഇഷ്ടമുള്ള പൂ പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഭാരപ്പെടരുത്. സ്വർഗത്തിൽ ചേർക്കാനാണെങ്കിൽ അതിന് ഇനി ഭാരപ്പെടുകയേ ചെയ്യരുത്. അന്നിരുന്ന അമ്മാമ്മ എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് അത് ബൈബിളിൽ എഴുതി വെച്ചു. സുവിശേഷ വേലയ്ക്ക് അനൂപ് എന്നാണ് മോന്റെ പേര്. അനൂപ് സുവിശേഷ വേലയ്ക്ക് എഴുതി വെച്ചു. അങ്ങനെ അത് ഞാൻ എഴുതി വെച്ചെങ്കിലും ഞാൻ അത് പിന്നീട് അങ്ങ് മറന്നുപോയി. ജാമ്യം നിന്നതിന് ശേഷം അവരടയ്ക്കാതെ വന്നു. 2004 ജൂൺ 11-ാം തീയതി. അപ്പൊ അതിനു മുമ്പ് ഞാനും മോനും കൂടെ എന്റെ ആങ്ങളയുടെ ഭവനത്തിൽ പോവുകയും പാമ്പാടി കുറ്റിക്കൽ എന്ന് പറയും, വളയക്കുന്ന് സ്ഥലത്ത്, അവിടെ പോയി എന്റെ ആങ്ങളയോട് ചെന്ന് ലോൺ അടയ്ക്കണം. അപ്പൊ എന്റെ മോന് നേഴ്സിങ്ങിന് പോകണം, അവന് ശുശ്രൂഷ ഇഷ്ടമാണ്.
അപ്പൊ അവൻ പറഞ്ഞു, അമ്മ എന്നെ നേഴ്സിങ്ങിന് വിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോ വിദ്യാഭ്യാസ ലോൺ ഒന്നും കിട്ടത്തില്ല, ഇത് അടയ്ക്കാത്തത് കൊണ്ട്. അവിടെ ചെന്ന് ആങ്ങളയുടെ ഭാര്യയോടും മൂത്ത മകനോടും പറഞ്ഞു 2005 എന്റെ സഹോദരൻ പെൻഷനാകും, കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു പുള്ളി, അതുകൊണ്ട് അന്നേരം പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ട്, ഞാൻ 2004 മെയ് മാസം 22 കോടതി ചെല്ലണമെന്നും പറഞ്ഞ് എനിക്കൊരു നോട്ടീസ്, ഒരു വാറണ്ട് വന്നു. അതുമായിട്ട് ഞാനും മോനും കൂടെ ആ വക്കീലിനെ പോയി കാണുകയും 250 രൂപ എന്റെ ചേച്ചി മോന് കൊടുത്ത ഒരു 250 രൂപ അവന്റെ കൈ സൂക്ഷിച്ചു വെച്ചു. അത് അവൻ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, സാറേ എന്റെ അമ്മയെ കോടതി കയറ്റരുത്, ഇത് 1 മാസത്തേക്കൊന്ന് വക്കാലത്ത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതിനെന്നാ മോനെ ചെയ്യാം, പക്ഷെ ഈ 1 മാസേ പറ്റുള്ളൂ, അടുത്ത മാസം അത് അടച്ചിരിക്കണം, അല്ലെങ്കിൽ ശമ്പളം കട്ട് ചെയ്യുന്നു. ഞങ്ങൾ പോന്നു. പിന്നെ എന്റെ മോനും എന്റെ വേറൊരു സഹോദരന്റെ മോനും അവരെ ഒരു പ്രായമാണ്. 2004 ജൂൺ 11 എന്റെ സഹോദരൻ താമസിക്കുന്ന ഭവനത്തിൽ പോയി. അവിടെ ചെന്ന് അവൻ ഈ ലോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവന്റെ തല മൊട്ടയടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മോൻ, തല മൊട്ടയടിച്ച് തൊപ്പി ആ മേശപ്പുറത്ത് വെച്ചു. തൊപ്പി എടുക്കാതെ അവൻ വന്നു. അപ്പൊ നാത്തും എന്റെ ആങ്ങളയുടെ ഭാര്യ പറഞ്ഞു, എന്റെ ആങ്ങളെ ഇന്നടുത്ത് ചെന്നാ കാണാമെന്ന് പറഞ്ഞു. കൊച്ചാങ്ങളെ ചെന്ന് കണ്ടു. തൊപ്പി എടുക്കാൻ വേണ്ടി വീണ്ടും ചെന്നപ്പോ എന്റെ ആങ്ങളയ്ക്ക് 3 മക്കളാ, ഒരു പെണ്ണും 2 ആണും. ഇളയ അവന് കരാട്ടെ പഠിച്ച് കളരിമർമ്മമൊക്കെ പഠിച്ച അവൻ കുടിക്കുമായിരുന്നു, എന്റെ ആങ്ങളെയും കുടിക്കുമായിരുന്നു. എന്റെ മോൻ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവര് എന്റെ ആങ്ങളയുടെ ഭാര്യയും 2 മക്കളും ആ മുറിക്കകത്തിട്ട് എന്റെ മോനെ എന്നേക്കുമായിട്ട് ലോകത്തിൽ നിന്ന് വേർപെടുത്തി. എന്റെ മോൻ ഇപ്പൊ സ്വർഗത്തിൽ വിശ്രമിക്കുക. അവൻ 2004 ജൂൺ 11 ഈ ലോകത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്നും ലോകത്തിൽ നിന്നും അവൻ പ്രിയം വെച്ച കർത്താവിന്റെ കൂടെ രക്തസാക്ഷിയായിട്ട്. അപ്പൊ എന്റെ ഏക മകൻ നഷ്ടപ്പെട്ടു, എന്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ, എല്ലാം നഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സർവശക്തനായ കർത്താവിന്റെ കൃപയില്ലെങ്കിൽ ഒരമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ കൊച്ചിനെ അവര് ഇങ്ങനെ അടിച്ച്, അവൻ ഈ കരാട്ടയും കളരിയും പഠിച്ച് മോനെ അവരുടെ വീട്ടിലിട്ട് ജീവൻ മാറ്റിയിട്ട് അയലോക്കത്തുംകാരുടെ കിണറ്റിൽ കൊണ്ടിട്ടു. ഞാനിതൊന്നും അറിയുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് എന്തോ എന്റെ ചെവിക്കകത്ത് ഇങ്ങനെ ഒരു വലിയ ഭാരമുള്ള കല്ല് കിണറ്റിലോട്ട് ഇടുമ്പോ എന്തോരം ശബ്ദം വരും, അതുപോലെ എന്റെ ചെവിക്കകത്ത് മുഴങ്ങുകയും അല്പനേരം കഴിഞ്ഞപ്പം കൂടെ പോയ എന്റെ ആങ്ങളയുടെ വേറൊരു മോന് വന്ന് പറഞ്ഞു എന്റെ മോനെ കാണുന്നില്ലായിരുന്നു. അന്ന് ഭയങ്കര മഴയുള്ള സമയമായിരുന്നു. എല്ലാരും കാണാനായിട്ട് കൊച്ചിനെ തിരക്കി ചെല്ലുമ്പം അവര് പറയുന്നു എന്റെ മോൻ അവിടുന്ന് പോയിന്ന് റൂട്ട് മാറ്റി വിട്ടു, കാണുന്നില്ല. പിറ്റേ ദിവസം നാത്തും പറഞ്ഞ 50,000 രൂപ തന്നാൽ എന്റെ മകനെ തരാന്ന് പറഞ്ഞു. അതിൻ പ്രകാരം എന്റെ ഇളയ സഹോദരനും എന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും അവിടെ ചെന്നപ്പോൾ ഈ കിണറ്റിലിട്ട കിണറിന്റെ അവിടെ ഇളയ മോനും ഈ ആങ്ങളയുടെ ഈ കരാട്ട പഠിച്ച് അവനൊരു ചൂരൽവടിയൊക്കെ പിടിച്ച് അവിടെ നിന്നപ്പോ എന്റെ ആങ്ങള് ചോദിച്ചു, നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? അന്നേരം പറഞ്ഞു, കൊച്ചച്ചാ റേഞ്ച് കിട്ടാത്തതുകൊണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടെ നിന്നപ്പോ പറഞ്ഞു, അവനെ കൊണ്ട് ഫോൺ വിളിപ്പിക്കെങ്കിൽ 50,000 രൂപ തരാമെന്ന് പറഞ്ഞു. ഫോൺ വിളിപ്പിച്ചില്ല, അവരിങ്ങ് പോന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു എന്റെ മോന് ആ കിണറൊന്നും അറിയത്തില്ല, എന്റെ മോന് അങ്ങനെ സ്വയം മരിക്കത്തില്ല, എന്റെ മോൻ ആ കിണർ അറിയത്തില്ല സാർ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്റെ മോനെ 2004 ജൂൺ മാസം 13 ഞായറാഴ്ച ആംബുലൻസില് പായ്ക്കകത്ത് ഞാൻ കാണുന്നത്, സന്തോഷിച്ച് ഉമ്മ തന്നു പോയ എന്റെ മകനെ ഞാൻ കാണുന്നത് ആംബുലൻസിന്റെ അകത്ത്. അപ്പൊ മോൻ കിണറ്റിലാണെന്ന് ഇങ്ങനെ പറഞ്ഞു. മോൻ കിണറ്റിൽ കിടക്കുന്നു. ഒരു അമ്മച്ചി ഇങ്ങനെ കാറ്റും മഴയും വന്നപ്പോ തേങ്ങ നോക്കി ചെന്നപ്പോ കിണറ്റിൽ നോക്കി തേങ്ങ ഉണ്ടോന്ന് നോക്കുമ്പോ എന്റെ മോന് വെള്ളി ശനി ഞായറാഴ്ച കിണറ്റിൽ പൊങ്ങി. അപ്പൊ അവര് കടന്ന് കാറിന് എല്ലാരും കൂടി അങ്ങനെ എന്റെ സഹോദരങ്ങളെല്ലാം കൂടെ എന്റെ മോനെ കാണാൻ പോയപ്പോ എനിക്ക് അന്ന് എന്റെ മോൻ എന്നോട് പറഞ്ഞു, അതിന്റെ നാഴിക വരുമ്പോൾ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം, ഇത് ഞാൻ നിങ്ങളോട് എന്റെ മോൻ കിണറ്റിലാണെന്ന് പറയുമ്പോഴേ എന്റെ മോന്റെ ജീവൻ പോയെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. പക്ഷെ എന്റെ യേശുപ്പച്ചന്റെ ഉള്ളം കരുത്തിൽ എന്നെ താങ്ങി. ഞാൻ അന്ന് എന്റെ മോനെ ഇങ്ങനെ മരിച്ചെന്നറിഞ്ഞപ്പോ ഒരു ചണച്ചാക്കിട്ടിട്ട് മുഴങ്കാലിരുന്ന് പാട്ട് പാടുകയും ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്റെ അപ്പൻ എന്നെ താങ്ങി നടത്തി. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫ്രീസർ എല്ലാം ഓഫാക്കി ജഡമെല്ലാം അഴുകി 14 എന്റെ മോനെ പാമ്പാടി TPM സെമിത്തേരിയിൽ കൊണ്ട് 2:30 ആയപ്പോ എന്റെ മോന്റെ ജഡം അടക്കം ചെയ്തു. അവന്റെ ജഡം ഭൂമിയിൽ നിന്ന് മാറിയെങ്കിലും എന്റെ കുഞ്ഞിന്റെ ആത്മാവ് സ്വർഗത്തില് നിത്യജീവനായി. എൻ മകനെ, നീ എന്റെ അടുക്കലേക്ക് വേഗം വാ, ഞാൻ നിനക്കുള്ള ഇരിപ്പിടം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ആ വചനപ്രകാരം ഇന്നും എന്റെ മോൻ സ്വർഗത്തിലുണ്ട്. അതിൻ പ്രകാരം ഞാന്
കൃപയിൽ ഞാൻ ജീവിക്കുന്നു. പക്ഷെ മോൻ മരിച്ച 1 മാസം വരെ ഞാൻ ജോലിക്ക് പോയില്ല തൊടുപുഴയില്. 1 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ എന്റെ മോൻ അവിടെ ആയിരുന്നു എന്റെ കൂടെ ജോലി സ്ഥലത്ത് ഒരുമിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോവുള്ളൂ. അപ്പൊ അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എന്റെ മോനെ ഒരു അമ്മയായി പോയില്ലേ, ഒരു മാതൃബന്ധം എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ആ കടന്നുറങ്ങുമ്പോ എനിക്ക് ദൈവം ഒരു ദർശനം തരികയാണ്. TPM-ലെ 2 സിസ്റ്റർമാർ ഇങ്ങനെ കുറുവാക്യം മേശപ്പുറത്തിടുന്നു. ഞാൻ ഓപ്പോസിറ്റ് ഒരു ബെഞ്ചിലിരിക്കുന്നു. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എനിക്കുള്ള വാക്യം തരാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചില്ല, നമ്മാമ്മയാണോ ആദ്യം വന്നേ? ഞാൻ പറഞ്ഞു, അതെ, ആദ്യം വന്നത് ഞാനാ, എനിക്കുള്ള വാഗ്ദത്തം തരാൻ പറഞ്ഞു. അവരാ അത്രയും വാക്യത്തിന്റെ അകത്തുനിന്ന് ഒരു കാർഡ് എനിക്ക് എടുത്ത് തന്നു. യെശയ്യാവ് 26:20-21 വാക്യം. എന്റെ ജനമേ വന്ന് നിന്റെ അറയിൽ കിടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നുപോലെ അല്പനേരം ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവരുടെ അകർത്തി നിമിത്തം സന്ദർശിപ്പാൻ ഇതാ വേഗം വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കും. സ്വർഗത്തിലെ അപ്പൻ കണ്ടെങ്കിൽ അപ്പൻ എനിക്കത് വെളിപ്പെടുത്തി തരുമെന്ന് ആ ഒരു വിശ്വാസം, ഒരു ധൈര്യം, ഒരു ഉറപ്പ് എന്റെ അപ്പൻ എന്റെ ഹൃദയത്തിൽ തന്നു. ഒരു മാതാവിന് സഹിക്കാൻ വരാത്തത് സഹിക്കാനുള്ള കൃപ എന്റെ യേശുപ്പച്ചൻ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഏകാഗിയായി. എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു, 2ാം ഭാര്യ മരിച്ചു, അവരുടെ അമ്മ മരിച്ചു, അതിലുള്ള 2 പിള്ളേരിൽ ഒരു കൊച്ചും മരിച്ചു. ഞാൻ ഒറ്റപ്പെട്ട് വൃദ്ധസാന്നിധ്യത്തിൽ തൊടുപുഴയായിരുന്നു. അതിനുശേഷം മോൻ മരിച്ച 7.5 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് അറിയാവുന്നതും പരിചയമൊക്കെ ഉള്ള ഒരു ആള് ഗുജറാത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഭാര്യ ക്യാൻസറായിട്ട് മരിച്ചുപോയി. അങ്ങനെ വിളിക്കുകയും എന്റെ സഹോദരങ്ങളുമായിട്ടും അവരുടെ സഹോദരങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് 2011 സെപ്റ്റംബർ മാസം 22-ാം തീയതി ഭാര്യ മരിച്ചുപോയ ഒരു പുരുഷൻ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കോണം കർത്താവ് കൃപ തന്നു. ഞാൻ ഏകാഗിയായിരുന്നു, അനാഥെ വിധവയും പോലെ ജീവിച്ചു. ആ ഭാര്യ മരിച്ചതിന് ശേഷം ആ പുരുഷൻ എന്റെ കൂടെ വന്ന് എന്റെ ഭർത്താവായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. 5 പെൺകുഞ്ഞുങ്ങളാണ്, 2 ഇരട്ടപ്പിള്ളേരാണ്. അവരുടെ 5 പേരുടെയും കല്യാണം ദൈവകൃപയാ നടന്നു. അവരെല്ലാം ഹൈന്ദവ കുടുംബത്തിലാണെങ്കിലും ഞങ്ങൾ അവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ പ്രാർത്ഥന വയ്ക്കുകയും പിള്ളേർക്കെല്ലാം എന്നെയും ഇഷ്ടമാണ്, പ്രാർത്ഥന ഇഷ്ടമാണ്. അങ്ങനെ എന്റെ ഭർത്താവും ഞാനും ജീവിച്ചു. തൊടുപുഴ വെച്ചായിരുന്നു തൊടുപുഴ ജോലി ചെയ്യുമ്പോഴായിരുന്നു കല്യാണം. 2013 എനിക്ക് ട്രാൻസ്ഫറായിട്ട് ആലപ്പുഴ നൂറിനാട് ചിൽഡ്രൻസ് ഹോമിലേക്ക് വൃദ്ധസദനത്തിൽ നിന്ന് മാറ്റം നൂറിനാട് ചിൽഡ്രൻസ് അനേകം കുഞ്ഞുങ്ങൾ, എന്റെ ഒരു മകൻ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അനേകം കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ടിരിപ്പാൻ, അവരെ സ്നേഹിപ്പാൻ, അച്ഛനും അമ്മയില്ലാത്ത പിള്ളേര്, ഉപേക്ഷിച്ച പിള്ളേര്, 5 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള പൊടി കുഞ്ഞുങ്ങള്, അവരെ നോക്കുവാൻ തക്കോണം വലിയവനായ ദൈവം എനിക്ക് കൃപ തന്നു. ആ കുഞ്ഞുങ്ങൾ എന്നെ ഇപ്പോഴും വിളിക്കും. എന്നുവെച്ചാൽ ഞാൻ സ്നേഹം കൊടുത്താലേ എനിക്ക് എന്റെ ഒരു കുഞ്ഞിന്റെ മരണം എനിക്ക് അത് വിഷയമേ അല്ല. എനിക്ക് അനേകം കുഞ്ഞുങ്ങളെ എന്റെ കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ 2014 ഒരു കുറച്ച് സ്ഥലം, ഒരു 8 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും ദൈവം ഞങ്ങൾക്ക് തന്നു. എന്റെ ഹസ്ബൻഡ് ജാംനഗർ റിലയൻസ് എന്ന ഒരു കമ്പനി ജോലി ചെയ്യുമായിരുന്നു. ഞാൻ 2017 റിട്ടയർഡായി, 56 വയസ്സായപ്പോ റിട്ടയർഡായി. റിട്ടയർഡ് ആയതിനു ശേഷം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി ഇങ്ങ് പോര്, അവിടെ ജോലി ചെയ്യണ്ട, നമുക്ക് ഇവിടെ എവിടെയൊരു സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കി തരും. അതുകൊണ്ട് നമുക്ക് ജോലി ഇവിടുത്തെ റിസൈൻ ചെയ്തിട്ട് പോരാം. അങ്ങനെ റിസൈൻ ചെയ്ത് 2017 ഹസ്ബൻഡ് ചുനക്കര എന്ന സ്ഥലത്ത് വരികയും അവിടെ ഒരു ചെറിയൊരു കടയിൽ തുച്ഛമായ ശമ്പളം അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു 3 മാസമായിട്ട് ജോലിയില്ല. എങ്കിലും സമാധാനം ദൈവം ഞങ്ങൾക്ക് തരുന്നു. ദൈവം നന്മയും തരും, തിന്മയും തരും, കഷ്ടവും തരും, പ്രതികൂലങ്ങൾ എന്ത് വന്നാലും നമ്മൾ അവിടെ ദൈവത്തെ മറക്കുവോ അല്ലെ തള്ളിക്കളയുവോ? എന്റെ ജീവിതത്തിൽ ഒരു കഷ്ടം മാറുമ്പോ അടുത്ത കഷ്ടം വന്നാലും എനിക്കറിയാം എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നും ആ ദൈവം എന്നെ ജയോത്സവമായിട്ട് നടക്കുമെന്നും. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്റെ ഒരു സഹോദരിയും കുടുംബവും ഈ നല്ല ദൈവത്തെ അറിയുവാൻ തക്കോണം ഇടയാക്കി. അവര് വിശ്വാസത്തിലാണ് കുടുംബമായിട്ട്. അവര് കോട്ടയത്ത് പാല രാമപുരം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഡൽഹിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. 2 പെൺമക്കളും അവരുടെ കുടുംബം കർത്താവിന്റെ വേലയിലാണ്. മറ്റു സഹോദരങ്ങളും സഹോദരന്മാരൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം
ഈ അമ്മ സഭയിൽ വരികയും എന്റെ സാക്ഷിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എന്നോട് പിന്നെ ഇങ്ങനെ ഒരു അരോമ ടിവിയിൽ സിസ്റ്റർ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിനെന്നാ, സാക്ഷ്യം നല്ലതല്ലേ, എന്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുന്നു. പക്ഷെ പാസ്റ്റർ, എനിക്ക് വീണ്ടും വീണ്ടും ദൈവം ദർശനങ്ങളും വചനങ്ങളും എന്നെ ദൈവം ഉറപ്പിക്കും. ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാന് ലോകം വിട്ടുപോയേനെ. ജീവനില്ലാത്ത ദൈവങ്ങളെ എല്ലാം വിളിച്ചു, അവിടെയെല്ലാം എന്റെ കർത്താവ്, ലോകസ്ഥാപനം മുമ്പേ ദൈവം എന്നെ കണ്ടു. എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ മെടഞ്ഞു. എന്റെ സഹോദരങ്ങൾക്ക് ആർക്കും കിട്ടാത്ത സന്തോഷം എന്റെ കർത്താവ്, എന്റെ സഹോദരങ്ങളുടെ എല്ലാം കുടുംബവും മക്കളും എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ മോന് എന്റെ ജീവിതത്തിൽ നിന്ന് പോയെങ്കിലും അവൻ എന്നോട് പറഞ്ഞു, അമ്മ കരയല്ല, ഞാൻ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു. എനിക്കും ദൈവം ദർശനങ്ങൾ തരും. സിയോനി പണി തുടങ്ങി. അതുപോലെ മാനസികമായിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം വചനത്തോടാണ് എന്നോട് ഇടപെടുന്നത്. പാട്ടിന്റെ ഇരടികള്, അതുപോലെ വചനം. പുഴുവ യാക്കോബെ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. അപ്പൊ ഞാൻ ഓർത്ത്, എനിക്ക് എന്തു പരീക്ഷ വന്നാലും എന്നെ സഹായിപ്പാൻ ഒരു സർവശക്തനായ, ഒരു കൃപാലുമായ, ഒരു കരുണയുള്ള, മനസ്സരിവുള്ള സർവശക്തനായ എന്റെ യേശു അപ്പച്ചൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ആ അപ്പൻ ജീവിക്കുന്ന ഞാനും ജീവിക്കുന്നു. വീണ്ടും വീണ്ടും എനിക്ക് ദൈവം ഇങ്ങനെ വചനം തന്നെ എന്നെ ഓരോ ദിവസവും, എന്റെ അപ്പനോ എന്റെ അമ്മയോ എന്റെ ഭർത്താവോ സഹോദരങ്ങളോ കൂട്ടുകാരോ സഹവിശ്വാസികളോ അല്ല, എന്റെ കൂടെ എപ്പോഴും എന്റെ അരുമനാഥൻ യേശുപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ എനിക്കൊരു പ്രത്യാശയുടെ നാട്ടിൽ പോണമല്ലോ. ഏത് മനുഷ്യൻ ഉറച്ചാലും ഒരു ശ്വാസമേ ഉള്ളൂ. മനുഷ്യർ വെറും നിഴലായി നടക്കുന്നു, അവർ ധനം സമ്പാദിക്കുന്നു, അനുഭവിക്കും. എന്നാൽ എന്റെ പ്രത്യാശ നിങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തോടെ ജീവിക്കാൻ വലിയവനായ ദൈവം എന്നെ ഓരോ നിമിഷവും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ശാരീരികമായ കഷ്ടങ്ങളുണ്ട്, എങ്കിലും അവിടെയെല്ലാം എന്റെ ദൈവം എനിക്ക് ശക്തിയും ബലവും തന്നുകൊണ്ടിരിക്കുന്നു. ഞാന് വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്റെ ബന്ധുക്കാരെല്ലാം എന്നോട് മോശമായി പെരുമാറിയവരല്ല ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുന്ന എന്റെ ബന്ധുക്കാരുണ്ട്. ഏത് വിഷയത്തിലും. എന്റെ സഹോദരൻ വിശ്വാസത്തിൽ വന്നതാണ്, സ്നാനപ്പെട്ടില്ല, എങ്കിലും പ്രാർത്ഥന ഇഷ്ടമായിരുന്നു. എങ്കിലും ഇപ്പൊ ഇച്ചിരി അകന്നു നിൽക്കുന്നു. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മാവ് നശിച്ചു പോയി. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ആത്മാവിന്റെ രക്ഷ വിലയേറതായതുകൊണ്ട് ആ ആത്മാവിനെ കരസ്ഥമാക്കുവാൻ തക്കോണം എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ ഞാൻ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. എന്റെ മകന്റെ കാര്യവും ഞാൻ ചിൽഡ്രൻസ് ഹോമിൽ ജോലി ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവര് കരയും. അവര് കരഞ്ഞേച്ച് അവരെന്നോട് പറയും, അമ്മ കരയല്ലേ, അമ്മയുടെ ഒരു മകൻ നഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെല്ലാം അമ്മയ്ക്ക് മക്കളല്ലേ എന്ന് പറയും. ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും എന്ന് പറഞ്ഞാൽ 5 വയസ്സ് തൊട്ട് 12 വയസ്സ് ഒന്നും അറിയാൻ മേലാത്തവർ. അത് ക്രിമിനൽ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളുണ്ട്, വഴക്ക് പിടിക്കുന്നവരുണ്ട്. അവരെ എല്ലാം ഒന്നാക്കണമെങ്കിൽ നമുക്ക് ക്ഷമ. പക്ഷെ എനിക്ക് ജോലി സ്ഥലത്തും പ്രതിസന്ധികളുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഞാൻ കൂടുതൽ സ്നേഹിക്കുമ്പോൾ മറ്റു സ്റ്റാഫുകൾക്ക് ഇഷ്ടമില്ല. അവരെങ്ങാണ്ടെന്ന് വന്ന കുഞ്ഞുങ്ങള്, അവര് വന്നും പോയി നിൽക്കുന്നത്, എന്തിനാണ് അവരെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങള് നമ്മുടേത് തന്നെ, നമ്മൾ പ്രസവിക്കാത്തതാണേലും അത് മക്കളല്ലേ, അവർക്കൊരമ്മയുടെ സ്നേഹം കൊടുക്കണം. അപ്പൊ എന്റെ ആ കുഞ്ഞിന്റെ കാര്യമൊക്കെ പറയുമ്പോ കരയില്ലെന്നും പറഞ്ഞ് എന്റെ കണ്ണുനീരെല്ലാം തൂക്കുകയും എനിക്ക് ഒത്തിരി ആശ്വാസം. എന്നെ ഇന്നും ആ കുഞ്ഞുങ്ങള് വിവാഹസ്ഥരായവരുണ്ട്, അവരെന്നെ വിളിക്കും, അമ്മ മരുന്ന് കഴിച്ചോ, അമ്മയ്ക്ക് സുഖമുണ്ടോ. ഞാൻ ആ സ്നേഹം കൊടുത്തത് കൊണ്ട് ആ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. അതുപോലെ ഞാൻ നോക്കിയ എന്റെ അച്ഛന്മാരും അമ്മമാരും എന്നെ ശപിച്ചിട്ടില്ല. കൊച്ചേന്നേ വിളിക്കുള്ളൂ. എന്റെ അമ്മയെ നോക്കുന്നത് പോലെ, എന്റെ അച്ഛനെ നോക്കുന്ന പോലെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം ദൈവം എനിക്ക് അവിടെയെല്ലാം എന്റെ മരണസമയത്ത് ഞാൻ വചനം പറഞ്ഞു കൊടുക്കും, അച്ഛന്മാർക്കും അമ്മമാർക്കും. അങ്ങനെ എനിക്ക് ജോലി തന്നത് ഒരു ശുശ്രൂഷയായിരുന്നു. ദൈവം എനിക്ക് തന്ന ജോലി എന്ന് പറയുന്ന ഓഫീസർ വർക്കല്ല. വികലാംഗര് പിള്ളേര്, മഹിളാ മന്ദിരത്തിൽ 18 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ള പിള്ളേര്, അതുപോലെ തന്നെ വികലാംഗര് പിള്ളേരും അല്ലാത്ത പിള്ളേരെയും ഇവരെയെല്ലാം നമ്മള് ഒന്നാക്കി എടുക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും കരുണയും ഇല്ലെങ്കിൽ ഹൃദയം നിറയുന്നതാണല്ലോ സംസാരിക്കുന്നത്. നല്ലതിനോട് പറ്റിയിരിക്കുകയും തീയതിനെ വെറുക്കുവാനും ഒരു ഹൃദയം വേണമെങ്കിൽ പൂർണ്ണമായി കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താലേ ആ അപ്പന്റെ പ്രവൃത്തി നമ്മുടെ മേൽ നിറവേറ്റുള്ളൂ. അങ്ങനെ എന്റെ ഈ കുഞ്ഞിനെ കൊണ്ട് അടക്കി
മോനെ അടക്കി കഴിഞ്ഞപ്പോ ഉമ്മൻചാണ്ടി സാർ MLA ആയിരുന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ. 1 മാസമായപ്പോ ഉമ്മൻചാണ്ടി സാർ എന്റെ വീട്ടിൽ വന്നു, കോട്ടയം പാമ്പാടിയിൽ. എന്നോട് വന്ന് ചോദിച്ചു, മകൻ എന്തു പറ്റിയതാണ്? ഞാൻ പറഞ്ഞു, സാറേ, എന്റെ മകൻ സ്വയം മരിച്ചതല്ല, എന്റെ മകനെ അവര് കൊന്നതാ. അതെന്നെ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ മോൻ ആ കിണർ അറിയത്തില്ലല്ലോ, എന്റെ മോൻ അവരുടെ വീട്ടിൽ താമസിച്ചിട്ടില്ലല്ലോ, എന്റെ മോൻ അങ്ങനെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ തൊടുപുഴ എന്തോരം ആറുണ്ട്, തൊടുപുഴയിലും പറ്റുമല്ലേ സാറേ, അത് എന്റെ മോൻ സ്വയം മരിച്ചതല്ല, അവര് കൊന്നതാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ആങ്ങള കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളായിരുന്നു. അതല്ല, സ്വാഭാവിക മരണമാണ്, കുഞ്ഞിനെ സ്വാഭാവിക മരണമാക്കിയ കൊണ്ടടക്കിയത്. ഉമ്മൻചാണ്ടി സാറ് വന്ന് 1 മാസമായപ്പോ കർത്താവിന്റെ കല്ലറ വീണ്ടും തുറന്നെന്ന് പറഞ്ഞതുപോലെ 1 മാസമായപ്പം സെമിത്തേരിയുടെ കല്ലറ, മോനെ അടക്കിയ കല്ലറ വീണ്ടും തുറന്നു. ആലപ്പുഴ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരും എല്ലാം വന്ന് സെമിത്തേരിയുടെ അവിടെ വെച്ച് തന്നെ എന്റെ മകനെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ എന്റെ കുഞ്ഞിന്റെ 3 പല്ലില്ല, 3 പല്ല് തൊണ്ടക്കുഴിക്കകത്തായിരുന്നു, അടിച്ചകത്താക്കി. അങ്ങനെ അത് ഉമ്മൻചാണ്ടി സാറ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തു. ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്ത് അവർ അന്വേഷിച്ചു. 2004 തൊട്ട് 2008 വരെ അവർ അന്വേഷിച്ചു. 2008 തൊടുപുഴയിൽ വന്ന് എന്നോട് ചോദിച്ചു, അനൂപിന്റെ അമ്മ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് അനൂപിന്റെ അമ്മ. അപ്പം പറഞ്ഞു, ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്ന പോലീസാണ്, ഇപ്പൊ ഇനി തൽക്കാലം കേസ് അന്വേഷിക്കുന്നില്ല, ഒപ്പിട്ട് തരാമോ എന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് ദൈവം തന്നു, ഭൂമി കുടിച്ച രക്തത്തെ ഞാൻ വെളിപ്പെടുത്തും, ഭക്തന്മാരെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഭൂമിയിലെ അനീതിയുടെ കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിലും സ്വർഗീയ കോടതി നിന്നല്ലെങ്കിൽ നാളെ സത്യം അറിയുന്ന ഒരു ദൈവം. ഞാൻ ഒപ്പിട്ട് കൊടുത്തു, പാസ്റ്റർ, എന്റെ കുഞ്ഞിന്റെ കേസ് ഇനി അന്വേഷിക്കണ്ട. ഞാൻ ഇന്ന് വരെയും ആ വചനം വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ കണ്ടില്ല, എന്റെ മോൻ പോണോടം വരെയേ ഞാൻ കണ്ടുള്ളൂ. എന്റെ മരണം കണ്ടത് സ്വർഗത്തിലെ അപ്പനും. നല്ലവരുടെ മേലും ആകാത്തവരുടെ മേലും ദൃഷ്ടി കൂടാടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് എന്നെ സ്നേഹിച്ച, എന്റെ മകനെ സ്നേഹിച്ച എന്റെ അപ്പനറിയും. എന്റെ കുഞ്ഞ ജന്മം കൊടുത്ത അച്ഛനെ കാണുകയോ അച്ഛന്റെ സ്നേഹം അറിയോ ചെയ്തു. പക്ഷെ യേശുപ്പച്ചാന്ന് അവന് വിളിച്ചതും അവന്റെ അപ്പൻ യേശുപ്പച്ചനായിരുന്നു. ആ അപ്പനെ ഇഷ്ടമായതുകൊണ്ട് അവനെ, മകനെ, നീ എന്റെ അടുക്കലേക്ക് വേഗം വാ, ഞാൻ നിനക്കുള്ള ഇരിപ്പിടം ഒരുക്കി. എന്റെ കുഞ്ഞു വലുതായി വരുമ്പോ എന്റെ കയ്യിൽ കിട്ടണമെന്നില്ല, പ്രത്യേകിച്ച് ആമ്പിള്ളേര്. ഈ കാലം എനിക്കൊരു പ്രത്യാശയുള്ളത്, എന്റെ ആത്മാവ് പോകുമ്പോൾ സ്വർഗത്തില് എന്റെ കുഞ്ഞിനോടൊപ്പം എനിക്കും ദൈവം വെച്ചിരിക്കുന്ന ആ സമയത്തില് വിശ്രമിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈ നിമിഷം വരെയും ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു. ദർശനങ്ങളും വചനങ്ങളും തന്ന് ദൈവം നടത്തുന്നു. ശാരീരികമായ കഷ്ടങ്ങളുണ്ട്, 63 വയസ്സായി. അതുകൊണ്ടെങ്കിലും ദൈവത്തിന്റെ ശക്തിയിലും ബലത്തിലും ശക്തിപ്പെടുന്നു. ഞങ്ങൾ രണ്ടുപേരും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്നു. ഹരിച്ചേട്ടൻ എന്നാണ്, എന്റെ ഹസ്ബൻഡിന്റെ പേര് ഹരിദാസ്, ഹരിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ ഈ ചുനക്കരയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ അച്ചാമ്മയാന്റി ഒക്കെ കൂടുന്ന സഭയിൽ വരിക. അച്ചാമ്മയാന്റിയാണ് എനിക്ക് ഇങ്ങനെ ഈ സാക്ഷ്യം പറഞ്ഞത്. എന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത്. അത് ഈ അരോമ TV-യിൽ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ദൈവത്തിന്റെ കൃപയായിരിക്കാം, അല്ല ദൈവം വെച്ചിരിക്കുന്ന ഒരു അവസരമായിരിക്കാം. എനിക്കിങ്ങനെ ദൈവം തന്ന സമയം നല്ലൊരു സന്തോഷമാണ്. എനിക്ക് ദൈവം തന്ന ആത്മസന്തോഷം ഞാൻ ഒതുക്കി വെച്ചാ പോലെ ലോകം മുഴുവൻ അറിയണമല്ലോ. ഞാൻ ഈ അഗ്നി പരിശോധനയിൽ എന്റെ സ്വയത്താലോ എന്റെ മിടുക്കോ ഒന്നുമല്ല പാസ്റ്ററെ. കരുണയുള്ള കർത്താവ് അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരാണ്, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്റെ അപ്പൻ വചനത്താലാണ് എന്നെ ഉറപ്പിക്കുന്നത്. ദർശനങ്ങള്, വചനങ്ങള്. എനിക്കും അറിയാം എന്റെ മരണം നിശ്ചയമാണ്, സമയം എനിക്ക് നിശ്ചയമായി. ഉണർന്നു ഒരുങ്ങിയിരുന്നാല് ദൈവത്തിന്റെ ആ വേർപാടിലും വിശുദ്ധിയിലും നമുക്ക് തെറ്റും കുറ്റമുണ്ട്. എന്റെ തെറ്റും എന്റെ കുറ്റവും എന്റെ ഹൃദയത്തിലും എന്റെ അപ്പന് പറയും. എന്ത് തെറ്റ് വന്നാലും എന്റെ അപ്പനോട് ഞാൻ പറയും, അപ്പാ, എന്റെ ഇരിപ്പിലോ എന്റെ നടപ്പിലോ കിടപ്പിലോ സംസാരത്തിലോ കൊടുക്ക വാങ്ങലുകളിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ വന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അപ്പാ, എന്നോട് ക്ഷമിക്കണേ, ക്ഷമിക്കണേ, എന്നെ കൈവിടരുത്, കൈവിടരുത്. കർത്താവ് പറഞ്ഞല്ലോ, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിക്കും, എങ്കിൽ ഞാൻ നിന്നെ മഹാകരുണയോടെ ചേർത്തുകൊള്ളും. കർത്താവിന്റെ ആ സ്നേഹം എനിക്ക് രുചിച്ചറിയുവാൻ തക്കണം. എന്നെ അങ്ങനെ ഒരു വിവാഹം ചെയ്തത് ഞാനിപ്പൊ പറയുന്നത് എന്റെ നന്മയ്ക്കാണ്. എന്നെ അവിടെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ദൈവത്തെ ഞാൻ അറിയത്തില്ല. ഞാൻ പാപിയായി ജീവിച്ചേനെ, പാപിയായിട്ട് ദൈവമില്ലാതെ
ഇന്ന് ഞാൻ എന്റെ പാപത്തെ വെറുത്ത് ഞാനൊരു പുതിയ സൃഷ്ടിയാ പാസ്റ്റർ, പുതിയ സൃഷ്ടി. അപ്പൊ എന്റെ ദൈവത്തെ അറിവാൻ തന്ന ഭാഗ്യത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ അന്ത്യം വരെ നിലനിന്നു ദൈവത്തിനും മനുഷ്യൻ കൊള്ളാവുന്ന മക്കളായി ഞങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ കാണപ്പെട്ട അനേകാര്യങ്ങളെ നേടുവാൻ തക്കണം. ദൈവം എനിക്ക് കൃപ തരണം. രാജ്യത്തിനേക്കാൾ എന്റെ അന്ത്യം നല്ലതായി തീരണം. എനിക്ക് പ്രത്യാശയുടെ തുറമുഖത്തില് അസിയോനി പണി തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിലും അത് തീർന്നിട്ടില്ലായിരിക്കാം. അത് തീരുമ്പോ എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒരു വേർപാട് ദൈവം വെച്ചിരിക്കുമ്പോ എന്റെ അപ്പന്റെ കൂടെ എനിക്ക് അപ്പന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോ എനിക്ക് എന്റെ മകന്റെ ആത്മാവിനേക്കാം സംസാരിക്കണ്ട, ഒന്നും വേണ്ട, അപ്പനോട് കൂടെ വിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭൂമിയിൽ എനിക്ക് ദൈവം ഹൃദയത്തിൽ തന്നിരിക്കുന്ന സമാധാനം, ആശ്വാസം. എന്ത് പ്രതികൂലങ്ങളും കഷ്ടങ്ങളും എന്തെല്ലാം വന്നാലും അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കൃപയില്ല എങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. പലപ്പോഴും സാത്താൻ എന്റെ വിശ്വാസ ജീവിതത്തെ ചോർത്ത് കളയാൻ വേണ്ടി പലപ്പോഴും പല രീതിയിൽ എന്റെ ജീവിതത്തിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും, അപ്പൻ എനിക്ക് എന്തോരം വചനങ്ങൾ കാണും. ഒഴിവായി യാക്കോബെ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടാൻ ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ എന്നെ വീണ്ടെടുത്ത് ഇസ്രായേലിന്റെ പരിശുദ്ധനായ എന്റെ യേശുപ്പച്ചൻ ആ അപ്പൻ എന്നെ വീണ്ടെടുത്തെങ്കിൽ എനിക്ക് എന്തെല്ലാം മുമ്പിൽ എന്തെല്ലാം പ്രതിസന്ധികളും കഷ്ടങ്ങളും എന്തു വന്നാലും എന്റെ അപ്പൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അതെനിക്ക് നല്ല ഉറപ്പും വിശ്വാസമാണ്. എന്നെ നിലനിർത്തിയിരിക്കുന്നു ആ ഒരു ധൈര്യമാണ്. ഈ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്തും എന്റെ ശരീരത്തിനും ഉണ്ടായ മാറ്റങ്ങൾ അറിയിക്കാൻ പറ്റാത്ത ഒരു സമയങ്ങളാണ്. ജീവിതം എന്ന് പറയുന്നത് അല്പായുസേ ഉള്ളൂ. ആ അല്പായുസ് ദൈവത്തിനായിട്ട് നമ്മൾ കൊടുത്താല് നമുക്കൊരു മരണം എന്ന് പറയുന്ന ഭൂമിയിൽ അവസാനമാണെങ്കിലും ദൈവരാജ്യത്തിൽ അത് ജനിക്കും. മരണം കൊണ്ട് ആരും തീരുന്നില്ലല്ലോ, ഒരു ജനനം പിന്നെ ഉണ്ടല്ലോ. ജീവിക്കും, എന്നേക്കും ജീവിക്കുന്ന കർത്താവിനോട് കൂടെ നമ്മുടെ ആത്മാവും വിശ്രമിക്കും വരെ എന്റെ ദൈവം എനിക്ക് കൃപ തരണം. എന്നെയൊക്കെ എന്റെ ഈ സാക്ഷ്യം ഒരുപാട് പേര് കേൾക്കും. അവർക്കെല്ലാം എന്തെല്ലാം കഷ്ടങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും. അവിടെ എല്ലാം ആത്മഹത്യ ഒന്നിനും ഒരു പ്രയോജനവും നമുക്ക് തരത്തില്ല. നമ്മള് ദൈവസന്നിധി നീതിയോടും വിശ്വസ്തയോടും കൂടെ ജീവിച്ചാല് കർത്താവ് നമ്മളെ സഹായിക്കും, സ്നേഹിക്കും. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പൊ എന്റെ മോനെ ഭൂമിയിൽ നിന്ന് മാറ്റി എന്റെ കുടുംബങ്ങളോട് ഞാൻ എപ്പോഴും പിണക്കം കാണിച്ചിട്ടില്ല. കണ്ടു, മോൻ മരിച്ചതിന് ശേഷം 6 വർഷം കഴിഞ്ഞപ്പം എന്റെ സഹോദരനെ കണ്ടു, ഞാൻ സംസാരിച്ചു. എന്റെ മോനെ ഭൂമിയിൽ നിന്ന് മാറ്റിയ എന്റെ സഹോദരന്റെ മകനെ ഞാൻ 9 വർഷം കഴിഞ്ഞപ്പോ കണ്ടു. എന്തുണ്ട് വിശേഷം എന്നാ ചോദിച്ചത്. ഞാൻ ചോദിക്കത്തില്ല, എന്നാ വെച്ചാൽ എന്റെ അപ്പനറിയാം ഞാൻ കാണാത്തതിനെ എങ്ങനെ ഞാൻ വിധിക്കും. സുഖമാണോ സന്തോഷമാണോ ആ കുടുംബത്തെ ദൈവം രക്ഷിക്കട്ടെ. അവരുടെ പാപക്കറകളെ സ്വർഗത്തിലെ ദൈവം ആ രക്തത്താല് ആ ആത്മാക്കളുടെ രക്ഷിപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവര് വീണ്ടും വീണ്ടും പാപം ചെയ്യാതെ, കൊലപാതകം ചെയ്യാതെ. എന്റെ മോന്റെ ഈ കേസ് അറിയാവുന്ന 2 പേരുണ്ടായിരുന്നു. ആ 2 പേരും ഈ മോന്റെ മരണം പോലെ തന്നെ അവരും മാറ്റപ്പെട്ടു. ഈ കിണറിന്റെ ഉടമസ്ഥൻ പോയി. എന്റെ ആങ്ങളയുടെ മകന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന് എന്റെ മോനെ കിണറ്റിൽ കിടക്കുന്ന അതേ രീതിയിൽ അവനും ഈ റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ തലേ ദിവസം. അപ്പം ഇതൊന്നും നമ്മൾ കാണുന്നില്ല, സ്വർഗത്തിലെ അപ്പം കാണുന്നു. ദൈവം അവരെ രക്ഷിക്കണം പാസ്റ്ററെ. എന്റെ സഹോദരനെയും കുടുംബത്തെ രക്ഷിക്കണം. രക്ഷിക്കപ്പെടാത്ത എന്റെ എല്ലാ സഹോദരങ്ങളും ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരെ. എന്റെ ദൈവത്തെ അവരും കൂടെ അറിഞ്ഞ് ഈ സത്യദൈവം ജീവനുള്ള ദൈവമാണെന്നും സകലതിനും ഉടമസ്ഥനും കർത്താവായ യേശുവാണെന്നും അവര് വിശ്വസിക്കണം. അവര് വിശ്വസിച്ചാലല്ലേ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസം എന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകിയാല് ആ വചനം ഞാൻ എപ്പോഴും ഓർക്കും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുണ്ട്. അത് സ്വർഗത്തിലെ അപ്പനാണ് നമുക്ക് വേണ്ടി അത് ഭൂമി നിവർത്തിച്ചു തരുന്നത്. അനേകം കഷ്ടങ്ങള്, ശാരീരികമായ പരമായ കഷ്ടങ്ങളുണ്ട്. എങ്കിലും എന്റെ അപ്പൻ എന്റെ ഉള്ളിലുള്ള അവയവങ്ങളെയും എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്കറിയില്ല, എന്റെ അപ്പനറിയും. ആ പൂർണ്ണത, എനിക്ക് ഒരു പൂർണ്ണത ദൈവത്തിൽ വരുമ്പോ പിന്നെ എന്റെ അപ്പൻ എന്നെ ഭൂമിയിൽ ഇരുത്തുക. അതുവരെ ദൈവനാമ മഹത്തിനായിട്ട് എനിക്ക് ഭൂമി ജീവിക്കണം.
എനിക്ക് ദൈവത്തോട് പറ്റിയിരിക്കണം. എൻ്റെ അപ്പന്റെ രാജ്യത്തിൽ പോകാൻ ഒരുങ്ങണം. ഞാൻ ഒരുക്കി കൊടുത്താലല്ലേ എൻ്റെ അപ്പൻ എന്നെ ഒരുക്കിക്കൊണ്ടു. അല്ല അപ്പ എനിക്ക് കുറെ കാലവും കൂടെ ഇവിടെ ഇരിക്കണം. ഇല്ല പാസ്റ്ററെ, എന്നെ അപ്പൻ എപ്പ ചേർക്കാൻ വരുന്നോ ഞാൻ ഒരുക്കി കൊടുത്തോണ്ടിരിക്കുക. എന്റെ ദേഹം, ദേഹി, ആത്മാവിനെ എന്റെ യേശുപ്പച്ചന്റെ കരുത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അപ്പനോടുകൂടെ എനിക്കൊരു വിശ്രാമം സ്വർഗത്തിൽ ഒരുക്കണം. ഭൂമി കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. എന്റെ കൃപ നിനക്കും. കൃപ വേണേ, കൃപ വേണേന്ന് എപ്പോഴും കൃപയാൽ എന്നെ നടത്തണേ എന്നെപ്പോഴും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനാ ജീവിതമാണ് എന്നെ മാറ്റിയെടുത്തതും സഹിക്കുവാനും ക്ഷമിക്കുവാനും എല്ലാം. ഏകമകൻ നഷ്ടപ്പെട്ട ഒരമ്മയെന്ന് പറഞ്ഞാല്, നമ്മൾ എത്ര വിശ്വാസത്തിലുണ്ടാണെന്ന് പറഞ്ഞാലും പാസ്റ്ററെ നമുക്കത് സഹിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ കൃപയാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ദൈവമായ കർത്താവ് ഇത്രത്തോളം പരിപാലിച്ചു. ഈ അരോമ ടിവിയില് പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്നു. വിലയേറിയ സമയമാണത്. ഇത് ദൈവത്താലാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചിന്തിക്കാത്തതും ആഗ്രഹിക്കാത്തതും ഇങ്ങനെ അരോമ ടിവിയില് എന്റെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം തന്ന ആ വിലയേറിയ സമയത്തിനും അതിനൊരു അവസരം പാസ്റ്ററായ ഡാനിയേൽ ജോൺ കുടുംബത്തിനും എന്നെ ഇതിന് പ്രോത്സാഹിപ്പിച്ച അച്ചാമ്മ ആന്റി, ആ ആന്റിയെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പ്രാർത്ഥിക്കും എല്ലാവർക്കും വേണ്ടി. ഇതൊരു സാക്ഷ്യമാണല്ലോ എന്റെ സാക്ഷ്യം. അനേകം പ്രതിസന്ധികള്, പ്രതികൂലങ്ങള് ജോലി സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അവിടെ ക്ഷമയോടെ ഞാൻ ജീവിച്ചു. ഞാൻ ക്ഷമയോടെ, ഞാൻ ഒന്നും ആരോടും മിണ്ടത്തില്ല. എല്ലാം എൻ്റെ അപ്പനോടാ പറയും. കഥ കടച്ച അപ്പനോട് പോയിരുന്നു പറയും. എന്തിന് കൂട്ടുകാരോട് പറയുന്നു, എന്തിന് സഹോദരങ്ങളോട് പറയും, എന്തിന് ഭർത്താവിനോട് പറയും. കർത്താവ് പോലും പറഞ്ഞു തന്നു, നിനക്ക് പ്രാർത്ഥിക്കാൻ നിന്റെ അറയിൽ കിടന്ന് നീ വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കും. നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രതിഫലം തരുന്നവരും നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ കർത്താവിനെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് മനസ്സമാധാനം, ശരീരത്തിന് സമാധാനം, എല്ലാം. ദൈവം എനിക്ക് ഒരുപാട് നന്മകൾ പാസ്റ്ററിനോട് പറയാനൊക്കില്ല. 1000 രൂപയുടെ ജോലി ചോദിച്ചു. 1999 ജൂലൈ മാസം ജോലി കയറി. എനിക്ക് 3515 രൂപ അന്ന് എനിക്ക് ദൈവം തന്നു. 1000 രൂപ ചോദിച്ച് 99-ല് 18 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യുവാൻ ദൈവം കൃപ തന്നു. അത് ശുശ്രൂഷയാണ്. പലരുടെ നിന്ദകളും കുറ്റങ്ങളും ഞാൻ സ്നേഹം കൊടുക്കുമ്പോൾ സ്നേഹിക്കാത്തവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വരും. കുഞ്ഞുങ്ങളെ പലതായിട്ടാണ് കാണുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വിളിക്കുമ്പോഴും ഞാൻ ഓർക്കും, ഞാൻ അന്ന് അവർക്ക് കൊടുത്ത സ്നേഹമാണല്ലോ ഇന്നും അവരെന്നെ തിരക്കുന്നത്. 10-25 വയസ്സായി ആ പിള്ളേർക്ക്. ആ പിള്ളേരെല്ലാം വിളിക്കുന്നു. നോക്കി അച്ഛന്മാരും അമ്മമാരും എല്ലാം ലോകം വിട്ടുപോയി. അങ്ങനെ ദൈവസന്നിധിയില് നിർമ്മലതയോടും ഭയഭക്തിയോടും കൂടെ ആയിരിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവരെല്ലാം ഗുജറാത്തിലാണ്, അഹമ്മദാബാദ്, സൂററ്റ്, അങ്ങനെ അവിടെയാണ് അവര് കുഞ്ഞുങ്ങള്. അവർക്കെല്ലാം എന്നെ വലിയ താല്പര്യ, പ്രാർത്ഥന ഇഷ്ടമാണ്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ. അവരുടെ മമ്മി മരിച്ചു പോയപ്പോ എൻ്റെ മോനും മരിച്ചു പോയപ്പോ രണ്ടിനും വ്യത്യാസമില്ല. അവരുടെ മമ്മി പോയി, എൻ്റെ മകൻ പോയി. അവർക്ക് മമ്മിയെ കിട്ടി, എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടി. ഒരാൾക്ക് പകരം 5 കുഞ്ഞുങ്ങളെ. അവരുടെ കുഞ്ഞുങ്ങൾ 5 മക്കള്, പൊടിക്കുഞ്ഞുങ്ങൾ 5 മക്കള്. അങ്ങനെ സന്തോഷവും സമാധാനവും ഹൃദയത്തില് കർത്താവ് വലിയവനായ അപ്പൻ തന്നുകൊണ്ടിരിക്കുന്നു. ദൈവിക സമാധാനമുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ പണമല്ല വലുത്, സമാധാനമാണ് സമ്പത്ത്. സമാധാനമില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? സമാധാനമില്ലെങ്കിൽ പാസ്റ്റിനോട് സംസാരിക്കാൻ പറ്റുമോ? ആ സമാധാനം തന്ന കർത്താവ് എത്രയോ നല്ലവൻ, ക്ഷമിക്കുന്ന ദൈവം, കരുണയുള്ള ദൈവം, മനസ്സറിയുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. പിന്നെ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്, ദൈവത്തിനൊരു സമയമുണ്ട്. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിരിക്കുക, അത് സമാപ്തിയിലേക്ക് വരും. ഞാൻ കാത്തിരിക്കുക. എന്റെ സമയത്തിനായിട്ടല്ല, ഞാൻ എൻ്റെ അപ്പന്റെ സമയത്തിനായിട്ട്. ദൈവനാമം മഹത്വപ്പെടണം. ദൈവത്തോട് കൂടെ ഇരിക്കണം. ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. ഹരിച്ചേട്ടനെ അനുഗ്രഹിക്കണം. ആത്മീയത്തിലും ഞങ്ങളെ ഒരുമിച്ച്, ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെയും കാണണം. ഭൂമിയിലല്ല, സ്വർഗത്തില് വിശുദ്ധനായ അപ്പനോടുകൂടെ വസിക്കണം. ദൈവം എത്രത്തോളം സ്നേഹിക്കാനായിട്ട് ഞാൻ ചോദിക്കും, അപ്പാ എന്നിൽ എന്ത് നന്മ കണ്ടിട്ടാണ് അപ്പൻ എന്നെ സ്നേഹിക്കുന്നത്? പക്ഷെ അപ്പൻ എന്നിൽ നന്മ കാണും, അതുകൊണ്ട് അപ്പൻ എന്നെ ഇങ്ങനെ നടത്തുന്നത്. എന്റെ സഹോദരങ്ങൾക്കൊക്കെ ഇപ്പോഴും എൻ്റെ മകന്റെ കാര്യം പറയുമ്പോ കരയും.
അവരിപ്പോഴും കരയും. എന്റെ മകന്റെ കാര്യം പറയും, അവൻ പോയല്ലോ, അവനെ അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, അവൻ സ്വർഗത്തിലുണ്ട്, അവന്റെ ആത്മാവ് സ്വർഗത്തില. എന്റെ കുഞ്ഞ് തന്നെയല്ലല്ലോ പാസ്റ്ററെ, എത്രയോ കുഞ്ഞുങ്ങള്, എത്രയോ അമ്മമാര്, എത്രയോ അച്ഛന്മാര്, എത്ര അറിഞ്ഞോരും അറിയാത്തവരും ലോകം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞ് സ്വർഗത്തിലുണ്ട്. അവൻ വളർന്നു വന്നിട്ട് എന്റെ കയ്യിൽ കിട്ടാതെ ദൈവത്തെ ത്യജിച്ച് കൂട്ടുകൂടി അവൻ നാശത്തിന്റെ കുഴിയിലേക്കും പാപം ചെയ്ത് കള്ളുകുടിച്ച് അങ്ങനെയൊക്കെ പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റും. ഇതെനിക്ക് സഹിക്കാം. എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് സ്വർഗത്തില്. അപ്പൊ ഇപ്പൊ അവനുണ്ടെങ്കിൽ 38 വയസ്സായി. 17 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് പോയെങ്കിലും അവൻ 38 വയസ്സായി അവന്റെ അപ്പന്റെ കൂടെ സ്വർഗത്തിൽ അവൻ വിശ്രമിക്കുമ്പോ, ഞാൻ ഭൂമിയിൽ കരഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ ആത്മാവ് ദുഃഖിക്കും. എന്റെ അപ്പന്റെ കൂടെ ഞാൻ വിശ്രമിക്കുമ്പോ, അമ്മ എന്തിനാണ് എനിക്ക് വേണ്ടി, ഞാൻ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയും. ആരും നശിച്ചു പോകരുതേ, കുഞ്ഞുങ്ങൾ ആരും നശിക്കരുത്. കുഞ്ഞുങ്ങള് പാപം ചെയ്ത്, ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് അനുസരണയില്ല, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു കാലമാണ്. ഒരു കുഞ്ഞുങ്ങളും നശിച്ചു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പാനും പഠിപ്പിച്ച അപ്പന്റെ സന്നിധിയിൽ എന്നെ താഴ്ത്തുന്ന എനിക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിൽ അത് കർത്താവ് എന്നോട് ക്ഷമിക്കണം. അപ്പൻ ആഗ്രഹിക്കുന്ന അനുസരിച്ച് എന്റെ ജീവിതത്തെ അപ്പൻ ക്രമീകരിച്ച് അപ്പന്റെ സമയത്ത് സിയോനി പണി തുടങ്ങി, ആ പണി പൂർത്തീകരിച്ച് എന്റെ ആത്മാവിന് വിശ്രാമം ലഭിക്കും വരെ സ്വർഗത്തിലെ കർത്താവ് എനിക്ക് കൂട്ടാളിയായിരിക്കണം. അതിന് അനേകാരും കൂടെ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത്. പ്രാർത്ഥനയുടെ ചങ്ങലയാലാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. അനേകായിരങ്ങള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവസന്നിധിയിലെ നിർമ്മലതയോടും ഭയഭക്തിയോടും കൂടെ ആയിരിക്കുന്നു. സ്വർഗത്തിലെ അപ്പന്റെ കൃപകളും കൃപാവരങ്ങളും ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തെങ്കിലും അത് പോരാ. നമ്മൾ കിട്ടിയതിൽ തൃപ്തരാകരുതല്ലോ. ആത്മീയ കൃപാവരങ്ങളാൽ ദൈവം നിറയ്ക്കണം. അറിഞ്ഞ സത്യം അനേകാര്യങ്ങളോട് പറയുവാനേറ്റതായ ഒരു കൃപയുണ്ടെങ്കിലേ ഉള്ളൂ. പ്രാക്ട് കൊടുക്കും, സുശേഷം പറയും, അറിയാവുന്നവരോടൊക്കെ പറയും. നേടണമല്ലോ, ആത്മാക്കളെ നേടണം. ഒരു ആത്മാവിന്റെ വിലയാണല്ലോ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ. അങ്ങനെ ദൈവസന്നിധിയില് ഇത്രയും കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും സമാധാനം എന്റെ ഹൃദയത്തിൽ ആശ്വാസവും തരുന്നു. മോന് 17 വയസ്സ് വരെ ദൈവം എനിക്ക് തന്നു, അത് ദാനമായിട്ട് തന്നു. കർത്താവ് പറഞ്ഞല്ലോ, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും എനിക്ക് ഉദരഫലമായിട്ട് തന്നു. അവന്റെ അച്ഛനും അമ്മയായിട്ട് ഞാൻ അവനെ വളർത്തി. 17 വയസ്സ് വരെ എനിക്ക് ഭൂമിയിൽ തന്നു. പിന്നെ അവന്റെ അവകാശം യേശുപ്പച്ചൻ. അപ്പനെ എനിക്ക് തന്നെങ്കിൽ അപ്പന്റെ സന്നിധിയിൽ എന്റെ കുഞ്ഞിന്റെ ആത്മാവ് വിശ്രമിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ സന്തോഷിച്ചിരിക്കണം. അതാണ് അവന്റെ ഇഷ്ടം, എന്റെ യേശുപ്പന്റെ ഇഷ്ടവും. അങ്ങനെ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടും ഭയഭക്തിയോടും കൂടെ ദേശത്ത് വാർത്ത് വിശ്വസ്തത ആചരിക്കുവാൻ ദൈവം സഹായിക്കണം. പോരാട്ടങ്ങൾ പല രീതിയിൽ വന്നാലും അവിടെയെല്ലാം ജയിക്കണം. അതെല്ലാം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ചങ്ങലയാൽ ദൈവം ഒന്നാക്കി പണിത് ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി ജീവിക്കണം. അപ്പൊ ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു പാസ്റ്റർ എനിക്ക് തന്നു. ദൈവത്തിന്റെ കൃപ വേണം, മുമ്പോട്ടും വേണം. അതിന് പ്രാർത്ഥനയാണ് ഒരു ചങ്ങലയായിട്ടിരിക്കേണ്ടത്. സഹോദരങ്ങളെല്ലാം എന്റെ ദൈവം, അവരെന്നോട് വന്ന് പറഞ്ഞു, നിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം, നിന്റെ ദൈവമാണ് സ്നേഹിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, പുലർത്തുന്ന ദൈവം എന്നെന്റെ സഹോദരങ്ങൾ പറയാനിടയാക്കണം. എന്റെ സഹോദരിയും കുടുംബവും വിശ്വാസം. ഒരു സഹോദരിക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, സ്നാനപ്പെട്ടിട്ടില്ല. അവള് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അവര് ട്രിവാൻഡ്രത്താണ്. അവരും ഒക്കെ വിശ്വാസത്തിലോട്ട് ഇങ്ങനെ അടുത്തു വരുന്നു. എങ്കിലും കൽപ്പനയും പ്രമാണവും അനുസരിച്ചാലല്ലേ ഉള്ളൂ. ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണവും അനുസരിക്കാത്തത് വിശ്വാസിയാവൂ? വേർപാടും വിശുദ്ധിയും ദൈവം പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ അനുസരിക്കണമല്ലോ. ഭൂമിയിൽ ഒരു അപ്പനും അമ്മയും മക്കൾക്ക് അനുസരണ പഠിപ്പിക്കുമ്പോൾ, അനുസരണക്കേട് കാണിക്കുമ്പോൾ ആ അപ്പനും അമ്മയും ആ മക്കളെ കുറിച്ച് ഭൂമി ദുഃഖിക്കുമ്പോൾ, പരിശുദ്ധാത്മാവായ അപ്പന്റെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അപ്പൻ എന്തുമാത്രം സങ്കടപ്പെടും. ഞാൻ അതൊക്കെ ചിന്തിക്കും പാസ്റ്ററെ. ഞാനൊരു അനുസരണക്കേട് കാണിച്ചാൽ എന്റെ അപ്പനാ വേദനിക്കുന്നു. എപ്പോഴും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നൊന്നും എന്റെ ജീവിതത്തിൽ വരല്ലേ അപ്പ. ഞാൻ നിന്നതല്ല, എന്റെ അപ്പൻ എന്നെ നിർത്തി. ആ അപ്പൻ എന്നെ മേലാലും എന്ന് വരെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആയുസ് തീരുന്നോടം വരെ കൃപ മതി, ദൈവകൃപ മതി എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. എന്നെ അറിയാവുന്ന ജാതികളായിട്ടുള്ളവർ പോലും കുഞ്ഞിന്റെ മരണം
അറിയാവുന്നവരെല്ലാം എന്നെ വിളിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേസ് തെളിയാത്തെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കേസ് തെളിയിക്കുന്നവൻ സ്വർഗത്തിലാന്ന് പറഞ്ഞു. ഭൂമിയിലെ അനീതിയുടെ കോടതിയിൽ നിന്ന് എനിക്ക് വേണ്ട. ഞാൻ ഒപ്പിട്ട് കൊടുത്തു പാസ്റ്റർ. അതിന് എന്റെ സഹോദരങ്ങൾക്കൊക്കെ എന്നോട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കേസ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വേണ്ട, എന്റെ കണ്ണുനീരാകുന്ന ഒപ്പ് സ്വർഗത്തിലുണ്ട്, കണ്ണുനീര് തുരുത്തിയിലുണ്ട്. അതെന്റെ അപ്പൻ എനിക്ക് നല്ല നിശ്ചയമാണ്, ഉറപ്പാണ്. എന്റെ കുഞ്ഞിന്റെ മരണം കണ്ട് എന്റെ അപ്പന് അത് നീതിയോടെ വിധിക്കട്ടെ. എനിക്ക് ആരോടുമില്ല പാസ്റ്ററെ പ്രതികാരം. ഞാൻ പ്രതികാരം വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ അപ്പം കേൾക്കത്തെ. അപ്പൊ അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം എനിക്കൊരു പുതിയ അഭിഷേകവും പുതിയ ശക്തിയും കൃപകളും തരണം. അല്പായുസേ ഉള്ളൂ, ഇനി ഏറെയായാൽ 70, 63 വയസ്സാകുന്നു. അപ്പൊ എന്റെ ദൈവത്തോട് പറ്റിയിരിക്കട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഉയർത്തുന്ന കരത്തിൽ താഴ്മയോടും താഴ്ത്തു കൊടുക്കുമ്പോ കർത്താവ് നമ്മളെ പരിപാലിക്കാൻ എനിക്ക് നല്ല വിശ്വാസമാണ്. ആ വിശ്വാസമാണ് എന്നെ ഇന്ന് വരെ നിലനിർത്തിയിരിക്കുന്നത്. നിത്യജീവൻ പ്രാപിപ്പാൻ തക്കോണം സ്വർഗം ഓരോരുത്തരോടും എന്നെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സ്വർഗത്തിലെ അപ്പനിടയാക്കണം. എന്റെ സഹോദരങ്ങൾ ആരും, ഇനി 5 കുടുംബമുണ്ട്. ആ 5 കുടുംബത്തിൽ ഒരു കുടുംബം രക്ഷിക്കപ്പെട്ട് വേലയിലായിരിക്കുന്നു. 4 കുടുംബം എന്റെ സഹോദരങ്ങൾ, അവർ ഈ വിശ്വാസത്തിൽ വരണം. അവരെല്ലാം എന്റെ ദൈവം, അവരുടെ ദൈവം എന്ന് പറയുന്ന കാണാൻ ദൈവം എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് എന്റെ കണ്ണടയാളെ. അതുകൊണ്ട് സ്വർഗത്തിലെ അപ്പൻ ഞങ്ങൾക്ക് വേണ്ടി എന്ത് തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം ഇടയാക്കണം. എന്റെ ഈ സാക്ഷ്യം അനേകാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഇത് ജീവിതത്തിലൊരു പ്രയോജനമാകണം. എന്ത് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വന്നാലും യേശുവിന് ഹൃദയം കൊടുത്ത്, കർത്താവ് വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഒരു മനുഷ്യന്റെ പണമോ പ്രതാപോ, നിന്റെ ഹൃദയം എനിക്കിതാ, നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കട്ടെ. കർത്താവിന് പൂർണ്ണമായിട്ട് ഏത് വ്യക്തി ഹൃദയം കൊടുത്താലും അവിടെ വസിക്കും. നമ്മളെ തന്നെ താഴ്ത്തി ദൈവകാര്യങ്ങളിൽ കൊടുക്കുമ്പം ഒരു പുതിയ അഭിഷേകവും പുതിയ ശക്തിയല്ല, ഹൃദയ സമാധാനം ഇല്ലെങ്കിൽ എനിക്ക് ആരോടും പറയാൻ പറ്റും. എനിക്കുണ്ട് പാസ്റ്ററെ, എനിക്ക് സമാധാനം എന്റെ അപ്പൻ തന്നു, എന്റെ യേശുപ്പൻ ആശ്വാസം തന്നു, സമാധാനം തന്നു. ആ ദൈവത്തെ എത്ര പറഞ്ഞാലും ഹോവ നല്ലവനെന്ന് രുചിച്ചറിയും. അവനെ ശരണം പ്രാപിക്കുന്ന ഭാഗ്യം. രുചിച്ചറിയണമെങ്കിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ രുചിച്ചറിയും. സുഖമായ ജീവിതത്തിൽ കൂടെ പോയ കർത്താവിനെ നമ്മൾ ഇത്ര അറിയുന്നത്. പക്ഷെ എന്റെ ജീവിതത്തില് എന്റെ ഭർത്താവിന്റെ വീട്ടിലെ കഷ്ടതകള്, മകനെ വളർത്തിയ കഷ്ടതകള്, മകന്റെ മരണം, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങള്, അങ്ങനെ പ്രതിസന്ധികൾ പലത് വന്നപ്പോഴും യേശുപ്പന്റെ കരം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എനിക്കതിൽ കൂടുതൽ എന്ത് വേണം പാസ്റ്ററെ? എന്റെ അപ്പന്റെ വചനം ദൈവമാകുന്നു, വചനം സ്നേഹമാകും. അതെന്നെ എന്ന് നിലനിർത്തുമെന്ന് എനിക്കൊരു വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ എല്ലാം പോകും. വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഓരോ നിമിഷവും മുമ്പോട്ട് പോകാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ തരണം. ഇങ്ങനെ പാസ്റ്റർ സമയം തന്നു, അരോമ ടിവിയിൽ ഇങ്ങനെ എനിക്ക് വരാനും ഇത്രയും നേരം ക്ഷമയോടെ എന്റെ ഈ വിഷയങ്ങളെല്ലാം കേൾക്കാൻ പാസ്റ്റർക്കും ദൈവം ഒരു കൃപയാണത്. പലരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും അവരുടെ സാക്ഷ്യങ്ങള് പാസ്റ്റർ അരോമ ടിവി കൂടി അനേകാര്യങ്ങൾക്ക് കൊടുക്കുവാനും അത് അനേകാര്യങ്ങളിൽ ചെല്ലുവാനും അത് കേട്ട് അനേകാര്യങ്ങൾ ഈ ദൈവത്തെ രുചിച്ചറിയുവാനും, സ്വർഗം ഉണ്ടെന്നും നരകം ഉണ്ടെന്നും, ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ കഷ്ടങ്ങളിൽ കൂടി, അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ അവകാശം പ്രാപിപ്പാൻ എല്ലാവർക്കും ഇടയാക്കണം. അതുപോലെ എനിക്ക് ഇത്രയും സമയം തന്നു. ക്ഷമയോടെ പാസ്റ്റർ എന്റെ ഈ സംസാരമെല്ലാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്റെ വാക്കിലോ അങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ദൈവദാസൻ എന്നോട് അതെല്ലാം ക്ഷമിക്കണം. എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് സംസാരത്തിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്നോട് ക്ഷമിക്കണം. ദൈവത്തെ അറിയാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞു, ആ ദൈവം എന്നും പരിപാലിക്കണം.
വിശ്വാസം നിലനിൽക്കണം, നിത്യത നഷ്ടപ്പെടരുത്. എന്റെ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം പാസ്റ്റർ പ്രാർത്ഥിക്കണം. പാസ്റ്ററും കുടുംബമായിട്ട് സഭ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ സാക്ഷ്യം എല്ലാവർക്കും ഇത് പ്രയോജനമായിരിക്കണം. അനേകായിരങ്ങൾക്ക് ദൈവം ഇത് എന്നിക്കൂടി ഇത് അനേകായിരങ്ങളെ അറിയിപ്പിക്കാമെന്ന മഹാ കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇന്നാണ് എനിക്ക് ഹൃദയം തുറന്ന് പാസ്റ്ററിനോട് എന്റെ ഈ ജീവിതം അനുഭവം പറയുവാനും എല്ലാം ദൈവം ഇടയാക്കിയത്. ഇത് കേൾക്കാനും ഒരു സന്മനസ് അനേകാര്യങ്ങളെ അറിയിക്കുവാനും. ഏത് വ്യക്തികൾക്കും പ്രതിസന്ധികളുണ്ട് ജീവിതത്തിൽ. അതിനെയെല്ലാം തരണം ചെയ്യണമെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവിന് ഹൃദയം കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നുള്ള ആ വചനപ്രകാരം എല്ലാവർക്കും ഇടയാകണം. ഞാൻ അനേകാര്യങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അരോമ TV ഉണ്ട്, അതിൻ്റെ അകത്ത് സാക്ഷ്യമുണ്ട്. അത് നമുക്കത് അനുഗ്രഹമാണ്, അത് കേൾക്കണം എന്നെല്ലാം എല്ലാവരോടും പറയും. എന്റെ സാക്ഷ്യം എല്ലാവർക്കും, പാസ്റ്ററിനും കുടുംബത്തിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ സമയം ഇത്രയും സമയം അനുവദിച്ചു തന്ന് ഇതിനെല്ലാം ക്രമീകരിച്ച് ക്ഷമയോടെ കേൾക്കുവാന് ദൈവം പാസ്റ്റർക്ക് ഒരു വിശേഷ കൃപ തന്നുകൊണ്ടിരിക്കുന്നു. മേലിലും അത് തുടർന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ദൈവസഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. താങ്ക് യു പ്രിയ ലളിതാമ്മ. അത്രത്തോളം സമയം ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതായ ആ നല്ല കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരും തരാത്തതായ ദൈവീയ സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഈ ആയുസ്സിൽ അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പല പ്രിയപ്പെട്ടവരും ജീവിതത്തിൽ ഒന്നുകിൽ അസമാധാനത്തിലേക്ക് പോയി മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമകളായിത്തീരുകയോ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെട്ട് മാനസിക രോഗികളായിത്തീരുകയോ ജീവിതത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനുഭവത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, ഒരു ചുറ്റുപാടിൽ, അതിൻ്റെ നടുവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വേറിട്ട ഒരു അനുഭവത്തിലൂടെ, സമാനതകളില്ലാത്ത അനുഭവത്തിലൂടെ യേശുവിൽ നിന്ന് പ്രാപിച്ചതായ ദൈവീയ സമാധാനവും ആശ്വാസവും അനുഭവിക്കുവാനും അത് അനേകരുടെ മുൻപാകെ പങ്കുവയ്ക്കുവാൻ, അനേകർക്ക് ആശ്വാസവും ധൈര്യവും പകരുവാൻ, അനേകർക്ക് അവരുടെ വേദനകളിൽ അവരെ കൈത്താങ്ങൽ കൊടുക്കുവാൻ, അവരെ വഴി നടത്തുവാൻ, അവരുടെ കരം പിടിച്ച് അവരെ നടത്തുവാനൊക്കെ ദൈവം തിരഞ്ഞെടുത്തല്ലോ, ഉപയോഗിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല ചെറുപ്പത്തിൽ തന്നെ ഏക മകൻ 17-ാമത്തെ വയസ്സിൽ കൈവിടപ്പെട്ടു പോയി. ജീവിത പങ്കാളി ഉപേക്ഷിച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ, ആരും സഹായമില്ലാതെ ഇരുന്നപ്പോൾ, വിളിച്ച ദൈവങ്ങളൊക്കെ വിളി കേൾക്കാതെ ഇരുന്നപ്പോൾ, വിളി കേട്ട ഒരു സർവശക്തൻ, ആമേൻ, ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കൈവിടാതെ അന്ന് മുതൽ ഇന്നു വരെ, ഈ നിമിഷം വരെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ആ സന്തോഷം, ആ സമാധാനം, അതെ, മകൻ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, നാട്ടുകാര്, വീട്ടുകാര്, കൂട്ടുകാര്, സ്നേഹിതരെ, പ്രിയപ്പെട്ടവര് എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ, ഒറ്റപ്പെട്ടപ്പോൾ, ഇന്ന് എല്ലാമുള്ളവളായി, എല്ലാവരും ഉള്ളവളായി ദൈവത്തിൻ്റെ ആ പ്രത്യേക പരിഗണനയിൽ ദൈവം നടത്തുന്ന ആ മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയുടെ മേൽ പകർന്നിരിക്കുന്നതായ ആ ദൈവീയ സമാധാനം അത് ഒരു പറയിൻ കീഴിൽ വയ്ക്കാനല്ല, പകരം അത് തണ്ടിന്മേൽ വയ്ക്കപ്പെട്ട
ഒരു വിളക്ക് പോലെ അനേകർക്ക്, ഇരുളിലിരിക്കുന്ന അനേകർക്ക് വെളിച്ചം പകരുവാൻ തക്കവണ്ണം, ആശ്വാസം പകരുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം പിന്നെയും ഒരുക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ. വേദനയിൽ, പ്രയാസത്തിൽ, ദുഃഖത്തിൽ, ദുരിതത്തിലൊക്കെ ഇരിക്കുന്ന അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷക പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ജീവിതാനുഭവം, കർത്താവിൻ്റെ ദാസിയുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരാശ്വാസമായി, ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. സർവശക്തൻ്റെ മുൻപാകെ കർത്താവെ, ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി ലളിതാമ്മ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്കിൽ ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്വോത്രം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാക്കുമാറാത്ത ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അരോമ ടിവിയിലെ കർത്താവെ, എനിക്ക് സാക്ഷ്യം പറയുവാൻ തക്കോണം ദൈവം തന്ന സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലെ പ്രിയപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ദാനിയേൽ ജോണ് കുടുംബം, എന്നെ ഇതിന്റെ അകത്തേക്ക് പ്രോത്സാഹിപ്പിച്ച അച്ചാമ്മ ആന്റി കുടുംബം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, അരോമ ടിവിയിലെ പ്രേക്ഷകർ, ഇവരെ എല്ലാം ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മികമായി എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ദൈവനാമ മഹത്വനായി ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കണം, കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച പ്രിയ കർത്താവിൻ്റെ ദാസി ലളിതാമ്മയോട് പ്രിയപ്പെട്ടവരുടേതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുടേതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ആമേന് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.